ഈ പ്ലസ് ടു എക്സാം മാർച്ചിലല്ലേ? ഓൾ ദ ബെസ്റ്റ്. അത് കഴിഞ്ഞാലുടൻ പ്രൊഫഷണൽ കോഴ്സിന് പോകുന്നതാണ് ബുദ്ധി. ഓ, ഡോക്ടറും എഞ്ചിനീയറും അതൊക്കെ പണ്ടല്ലേ. അപ്പൊ ഇന്നോ? ഹേ, ഇന്ന് ലോകം റൺസ് ഓൺ കോമേഴ്സ്. ACCA ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസി. 21 വയസ്സിൽ ലൈഫ് സെറ്റ്. ലേൺ ACCA ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസി കോഴ്സ് ഓൺലി ഫ്രം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോമേഴ്സ്, ലക്ഷ്യ. അപ്പൊ എങ്ങനാ? കോഴ്സ് ഇപ്പൊ തുടങ്ങും. പ്ലസ് ടുവിന് കോമേഴ്സ് തന്നെ ആവണമെന്നില്ല, സയൻസുകാർക്കും ചേരാം. ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ലക്ഷ്യ സ്കൂൾ ക്ലാസ്. സോ ഗൈസ്, അങ്ങനെ നമ്മൾ കാത്തിരുന്ന നമ്മുടെ ഫസ്റ്റ് ടേം എക്സാമിനേഷൻ എത്തി. സോ നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് ടേം എക്സാമിലേക്ക് നമ്മൾ ഓരോ ചാപ്റ്ററിനും എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസാണ്. എക്സാമിന് ചോദിച്ചതും ചോദിക്കാൻ ചാൻസ് ഉള്ളതുമായിട്ടുള്ള അടിപൊളി ക്വസ്റ്റ്യൻസ് 2 സെഷനായിട്ട് ഇന്നും നാളെ മോർണിംഗ് ആയിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് നേരെ നമ്മളെ സെഷനിലേക്ക് എടുക്കാം. മാക്സിമം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യാനും അതേപോലെ നിങ്ങളുടെ ടൈം സേവ് ചെയ്യാൻ വേണ്ടി കുറേ കാര്യം ഞാൻ പ്രീ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഗൈസ്, നമ്മൾ നേരെ ടോപ്പിക്കിലേക്ക് എടുക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ എക്സാമിലേക്ക് ഫസ്റ്റ് ചാപ്റ്റർ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ്, ദെൻ സെക്കൻഡ് ചാപ്റ്റർ ഇൻവേഴ്സ് ട്രിഗണോമെട്രി, മാട്രിസസ്, ഡിറ്റർമിനൻസ് ആൻഡ് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. ഈ 5 ചാപ്റ്റേഴ്സ് ആണ് എക്സാമിനുള്ളത്. സോ നമുക്ക് കൃത്യമായിട്ട് അടിപൊളിയായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. സോ നിങ്ങൾ കൃത്യമായി ഒരു പേപ്പറും പെന്നൊക്കെ എടുത്ത് എൻ്റെ കൂടെ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി സെറ്റ് ആയിട്ടിരിക്കുക. സോ ഗൈസ്, നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് എടുക്കാൻ പോവാണ്. സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഹിയർ. സോ ലെറ്റ് R be a relation in the set 1, 2, 3. സോ 1, 2, 3 എന്ന സെറ്റിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള റിലേഷൻ ആണ് R എന്ന് പറയുന്നത്. സോ R എന്താന്ന് ഇവിടെ തന്നിട്ടുണ്ട്. R is equal to 1, 1, 1, 3, 3, 3. ഓക്കെ, നമുക്ക് റിലേഷൻ തന്നിട്ടുണ്ട്. Then the ordered pair to be added to R to make it a reflexive relation. അതായത് ഈ സാധനം, ഈ റിലേഷൻ റിഫ്ലെക്സീവ് ആവണമെങ്കിൽ ആരെ ആഡ് ചെയ്യണമെന്ന്. സോ നമുക്കറിയാം, റിഫ്ലെക്സീവ് എന്ന് പറഞ്ഞാൽ ഇത് എവിടെ ഡിഫൈൻ ചെയ്ത്, ഏത് സെറ്റിലാണ് നമ്മളെ റിലേഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? 1, 2, 3 സോ ഈ സെറ്റിലുള്ള ആളുകളൊക്കെ എക്സ് ഫോമിൽ ഉണ്ടാവണം. 1 ഉള്ളതുകൊണ്ട് 1, 1 അത് ഇവിടെ ഉണ്ട്, 3 ഉണ്ട്, 3, 3 അത് ഇവിടെ ഉണ്ട്. സോ എല്ലാവരും വേണം. അങ്ങനെ പറഞ്ഞാൽ 2 എന്ന് പറയുന്ന ആൾ 2, 2 ആയിട്ട് വേണം. സോ ഇവിടെ നമുക്ക് 2നെ കാണാൻ പറ്റും, ബട്ട് ഇവിടെ 2, 2 ഇല്ല. സോ നമ്മൾ ആഡ് ചെയ്യേണ്ട പേര് ഏതാ? വെരി ഗുഡ്, 2, 2, 2, 2 ആഡ് ചെയ്താൽ റിഫ്ലെക്സീവോ? ഭയങ്കര സിമ്പിൾ അല്ലേ? സോ ഈ 3 മാർക്കിനാണ് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ചോദിക്കുക കേട്ടോ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ചെക്ക് വെദർ ദ റിലേഷൻ ആർ ഡിഫൈൻഡ് ഇൻ ദി സെറ്റ് A is equal to 1, 2, 3 up to 14. 14 വരെയുള്ള സെറ്റിൽ അത് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, R is equal to set of all xy such that 3x minus y equal to 0. ശ്രദ്ധിക്കേണ്ട കാര്യം, എക്സും വൈയും തമ്മിലുള്ള റിലേഷൻ 3x minus y equal to 0 എന്നാ തന്നെ. സോ ഫ്രം ഹിയർ ഇറ്റ്സ് വെരി ക്ലിയർ, വൈയുടെ വാല്യൂ -y അങ്ങോട്ട് പോയാൽ എന്താ ഇവിടെ +y ആവൂലേ? സോ നമുക്ക് പറയാൻ പറ്റും y is equal to 3x ആണ് ഇവിടുത്തെ റിലേഷൻ. അതായത് വൈയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂവിന്റെ 3 ടൈംസ് ആയിരിക്കും. സോ നിങ്ങൾ ആരോ ഡയഗ്രാം ആലോചിക്കുകയാണെങ്കിൽ ഇത് A to A ആണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. കാരണം ഇൻ ദി സെറ്റ് എ അല്ലെങ്കിൽ ഓൺ ദി സെറ്റ് എ എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഓൺ എ എന്ന് പറഞ്ഞാലും ഇൻ എ എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? എന്നും എയിലേക്കാണ് ഡിഫൈൻ ചെയ്തതെന്ന അർത്ഥം. അത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ അല്ലേടാ? സോ ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എ എന്ന് പറയുന്ന 1, 2, 3 up to 14 എന്ന് പറയുന്ന സെറ്റിൽ നിന്നും വീണ്ടും 1, 2, 3 up to 14. സോ A to A ആണ് ഇയാളെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. സോ ഇത് എക്സിന്റെ ഏരിയ ആണ്, ഇത് വൈയുടെ ഏരിയ ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയുന്ന, അത് +1 പഠിച്ച കാര്യമാണ് അല്ലേ? സോ y is equal to 3x എന്നാ പറഞ്ഞത്. സോ നിങ്ങൾ എക്സിന് 1 എന്ന് കൊടുത്താൽ, ഇത് എക്സിന്റെ ഏരിയ എന്ന് ഞാൻ പറഞ്ഞല്ലോ, എക്സിന് 1 എന്ന് നമ്മൾ കൊടുത്താൽ നമുക്ക് കിട്ടാൻ പോകുന്ന വൈയുടെ വാല്യൂ എന്താ? 3 into 1. 3 into 1 എത്ര? 3. അതായത് 1ന്റെ ആരോ 3ലേക്കാ പോവാ. നമ്മൾ ഇനി റോസ്റ്റർ ഫോമിൽ എഴുതുകയാണെങ്കിൽ 1, 3 എന്നാണ്ടാവാം. ക്ലിയർ അല്ലേ? സോ ഇതേപോലെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ നമ്മൾ എഴുതണം. ഇത് ഓൾറെഡി +1 പഠിച്ച കാര്യം ആയതുകൊണ്ട് ഞാൻ ക്വിക്ക് ആയിട്ട് പറയാം കേട്ടോ. സോ R is equal to set of, ഓക്കെ, ഇനി നമ്മൾ ഓരോ വാല്യൂസ് കൊടുക്കാൻ പോവാ. 1 എന്ന് കൊടുക്കുമ്പോൾ 3 കിട്ടും അല്ലേ? അതായത് എക്സ് എന്താണോ അതിന്റെ 3 ടൈംസ് ആയിട്ട് y ഉണ്ടാവുക. അപ്പൊ XY എഴുതുമ്പോൾ ഒന്നാമത് എഴുതുന്ന ആളുടെ 3 ടൈംസ് ആണ് രണ്ടാമത്തെ ആൾ എഴുതേണ്ടത്. സോ ഇനി 2 എന്ന് കൊടുക്കുമ്പോൾ എന്താ വയ്ക്കും? 2ന്റെ 3 ടൈംസ് ആണ് 6 ആണ്. 3 കൊടുക്കുമ്പോൾ 3ന്റെ 3 ടൈംസ് 9 ആണ്. ദെൻ 4 കൊടുക്കുമ്പോൾ 4ന്റെ 3 ടൈംസ് 12 ആണ്. ഇനി ഇല്ലടാ, ഇനി നിങ്ങൾ കൊടുക്കേണ്ട ആള് 5 ആണ്. ഇപ്പൊ 15 കിട്ടുക. ബട്ട് എ എന്ന് പറഞ്ഞാൽ 1 to 14 അപ്പൊ നിങ്ങൾ ഇവിടുത്തെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് A cross Aയിൽ ഒരിക്കലും 5, 50 എന്ന് പറഞ്ഞ ആളുണ്ടാവോ? +1 പഠിച്ചാൽ ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം 50 എന്ന് പറയുന്ന എലമെന്റ് ഇല്ല, അതിന്റെ ഉള്ളിലാവണ്ടേ. സോ 4, 12 വരെ ഉണ്ടാവുള്ളൂ. സോ ഇതാണ് നമ്മളുടെ റിലേഷൻ.
ക്വസ്റ്റ്യൻ എന്താ പറയുക, ഇയാൾ റിഫ്ലെക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. സോ ഗൈസ് ഇവിടെ ഈ 1 എന്ന് പറയുന്ന ആള് 1 1 ആയിട്ട് വേണം, 2 2 2 ആയിട്ട് വേണം, അങ്ങനെ എല്ലാവരും വന്ന് 14 14 വരെ ഇങ്ങനെ എല്ലാവരും ഉണ്ടെങ്കിലേ നമുക്ക് റിഫ്ലെക്സീവ് എന്ന് പറയാൻ പറ്റുള്ളൂ. ബട്ട് ഇവിടെ ആരില്ല, 1 1 2 2 3 3 ആരും ഇല്ല അല്ലേ. സോ ഇല്ല എന്ന് പറയാൻ വേണ്ടി നിങ്ങൾ ഒരാളെ മാത്രം വെച്ച് പറഞ്ഞാൽ മതി. 1 1 എന്ന് പറയുന്ന ആൾ ഇവിടെ ഇല്ല കേട്ടോ, അതുകൊണ്ട് നമുക്ക് എന്താ പറയാം, റിഫ്ലെക്സീവ് അല്ല. ഇനി 1 1 എന്ന് പറയണമെന്നില്ല, 2 2 എന്ന് പറയുന്ന എലമെന്റ് ഇല്ലാത്തതുകൊണ്ട് റിഫ്ലെക്സീവ് അല്ല, അല്ലെങ്കിൽ 3 3 ഇല്ലാത്തതുകൊണ്ട് റിഫ്ലെക്സീവ് അല്ല. ഒരുപാട് ആൾക്കാർ ഇല്ലാത്തതുകൊണ്ട് ഏതെങ്കിലും ഒരാളെ പറ്റി മാത്രം പറഞ്ഞാൽ മതി. സോ ഗൈസ് ഫ്രം ഹിയർ ഇറ്റ്സ് വെരി ക്ലിയർ, നമുക്ക് പറയാൻ പറ്റും ഹിയർ 1,1 നോട്ട് ബിലോങ്സ് ടു ആർ ആണ്. 1 1 എന്ന് പറയുന്ന ആൾ നമ്മുടെ റിലേഷനിൽ ഇല്ല, ഇംപ്ലൈസ് നോട്ട് റിഫ്ലെക്സീവ്, റിഫ്ലെക്സീവേ അല്ല. തെറ്റാണല്ലോ. ഇനി സിമെട്രിക് എന്ന് പറയാൻ എന്താ, XY എന്ന് പറയുന്ന ആളുണ്ടെങ്കിൽ YX അവിടെ നിർബന്ധമായിട്ട് വേണം, കണ്ടീഷനാ. അതായത് ഇവിടെ ആരൊക്കെ ഉണ്ടോ അവരൊക്കെ തിരിഞ്ഞ് നിൽക്കണം. 1 3 ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് അവിടെ 3 1 വേണം. 3 1 ഉണ്ടോ, ഇല്ല. ബട്ട് ഇനി 3 1 ഉണ്ട് എന്ന് വിചാരിക്കുക, അപ്പൊ അടുത്ത ആളിലേക്ക് നോക്കാം, 2 6, അപ്പൊ 6 2 വേണം. ഇങ്ങനെ എല്ലാവരും വേണം. അപ്പോൾ ഒരാളെ തന്നെ ഇല്ലാത്ത, അതായത് എല്ലാ ആൾക്കാരും XY ആയിട്ട് നിൽക്കുന്ന എല്ലാവരും YX ആയിട്ട് വേണം. അപ്പൊ നമുക്ക് ഇവിടെയും പറയാൻ പറ്റുന്നത് ഹിയർ 1 3 എന്ന് പറയുന്ന ആള് റിലേഷനിൽ ഉണ്ടായിരുന്നു, ബട്ട് ആരില്ല. 1 3 ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും 3 1 വേണം. 3 1 എന്ന് പറഞ്ഞ ആള് റിലേഷനിൽ ഇല്ല. സോ 1 3 3 1 ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ, യെസ് റിഫ്ലെക്സീവ് എന്ന് പറയാൻ പറ്റുള്ളൂ, സോറി സിമെട്രിക് എന്ന് പറയാൻ പറ്റുള്ളൂ. സോ നമുക്ക് പറയാം 1 3 ഉണ്ട് ബട്ട് 3 1 ഇല്ല, കണ്ടീഷനാ. 1 3 ഉള്ളതുകൊണ്ട് നമ്മൾ 3 1 തപ്പി കേട്ടോ. ഇനി ഇവിടെ 1 3 ഇല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും ചെയ്തോ, 3 1 ഇല്ല, 1 3 ഉണ്ടാകുന്നതുകൊണ്ടാണ് നമ്മൾ ആരെ നോക്കുന്നത്, 3 1 നോക്കുന്നത് അല്ലേ. സോ 3 1 എന്ന് പറയുന്ന ആളില്ല, therefore നോട്ട് സിമെട്രിക്, സിമെട്രിക്കും അല്ല. ഇനിയാണ് അടുത്തത് എന്താ, ട്രാൻസിറ്റീവ്. അത് എഗെയിൻ കണ്ടീഷൻ ആണ്. അതായത് XY ഒരു പെയർ, ആ പെയറിന്റെ രണ്ടാമത്തെ എലമെന്റ് വെച്ചിട്ട് വേറെ ഏതെങ്കിലും പെയർ YZ, ഇങ്ങനെ 2 ആൾക്കാരുണ്ടെങ്കിൽ അവിടെ XZ വേണം. ഇതാണ് ട്രാൻസിറ്റീവിന്റെ കണ്ടീഷൻ. എല്ലാവർക്കും അറിയില്ലാവും അല്ലേ. സോ ട്രാൻസിറ്റീവിന്റെ കണ്ടീഷൻ എന്താ, XY YZ ഉണ്ടെങ്കിൽ അവിടെ XZ വേണമെന്നാ. സോ ഇവിടെ 1 3, ഈ 3യിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ, 3 9 ഉണ്ട്. സോ 1 3യും 3 9 ഉള്ളതുകൊണ്ട് ആര് വേണം, 1 9 വേണം. 1 9 ഈ റിലേഷനിലുണ്ടോ, കാണുന്നുണ്ടോ, ഇല്ല. അപ്പൊ നമുക്ക് പറയാം ഹിയർ, സോ അതുകൂടി പറഞ്ഞാൽ നമ്മളുടെ ട്രാൻസിറ്റീവിന്റെ കാര്യം കൂടി കംപ്ലീറ്റ് ആവും. ഹിയർ 1 3 ആൻഡ് 3 9 ഈ 2 ആൾക്കാരും റിലേഷനിലുണ്ട്, ബട്ട് ആരില്ല, 1 9 എന്ന് പറയുന്ന ആള് റിലേഷനിലില്ല. സോ ഇറ്റ്സ് വെരി സിമ്പിൾ, നമുക്ക് പറയാം therefore relation is not transitive. Hope it is clear. Are you getting me? Are you getting my points? സെറ്റ് അല്ലേ, റെഡി അല്ലേ, കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ. സോ റിഫ്ലെക്സീവ് സിമെട്രിക് ട്രാൻസിറ്റീവ് ബേസ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സാമിന് എക്സ്പെക്ട് ചെയ്യാം കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഗൈസ് മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, ഓൾറെഡി നിങ്ങൾക്ക് ടൈം സേവ് ചെയ്യാൻ വേണ്ടി ഒരുപാട് കാര്യം ഞാൻ ഇതിൽ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറഞ്ഞ ടൈം കൊണ്ട് മാക്സിമം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക. സോ നിർബന്ധമായിട്ട് നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനെ നമ്മുടെ ക്ലാസ്സിലേക്ക് കൊണ്ടുവരാം. നാളെ മോർണിംഗ് കുറച്ചും കൂടി എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് എല്ലാ ചാപ്റ്ററിനും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, സെഷൻ ചെയ്യുന്നുണ്ട്. പ്രോപ്പറായിട്ട് സാറിൻ്റെ കൂടെ തന്നെ ഉണ്ടാവുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ക്ലാസ് നമുക്ക് അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. സോ ഗൈസ് അടുത്താണ് എന്ത്, ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് നാച്ചുറൽ നമ്പർ ടു നാച്ചുറൽ നമ്പറാണ്. ക്ലിയർ ആണല്ലോ. എവിടുന്ന് അങ്ങോട്ടാ, നാച്ചുറൽ നമ്പർ ടു നാച്ചുറൽ നമ്പർ. ചിലപ്പം പറയും ഓൺ n എന്ന് മാത്രം പറയുള്ളൂ. ഓൺ n എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പർ ടു നാച്ചുറൽ നമ്പർ ആണ്. ഓക്കെ, ഡിഫൈൻഡ് ആസ് f of x ന്റെ വാല്യൂ 3x ആണ്. ഇയാൾ 1 1 ആണോ ഓൺ 2 ആണോ ചെക്ക് ചെയ്യണം. സോ 1 1 ഓൺ 2 ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ എക്സാമിന് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. എങ്ങനെയാ 1 1 ആണോ ഇല്ലേ ചെക്ക് ചെയ്യുക. നമുക്ക് തന്ന f of x 3x ആ. ഇപ്പൊ നമ്മൾ 2 ആൾക്കാരോട് ഡിക്ലെയർ ചെയ്യണം. ആരൊക്കെ 2 ആൾക്കാർ, ഒന്ന് f of x1 ആണ്, അടുത്തത് f of x2 ആണ്. f of x1, f of x 3x ആണല്ലോ. f of x1 എന്ന് പറയുമ്പോൾ 3x1 എന്ന് പറഞ്ഞാൽ മതി, അത്രേ ഉള്ളൂ. സോ f of x1 ആരാടാ, 3x1 ആണ്. f of x2 ആരാ, 3x2 ആണ്. സോ f of x1 ഉം f of x ഉം ഈക്വൽ ആവാ എന്ന അസംഷനിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അവിടെ 1 1 ചെക്ക് ചെയ്യാനുള്ള പ്രൊസീജിയർ എന്താ വെച്ചാൽ, നിങ്ങൾ ഇതേപോലെ 2 ആൾക്കാരെ ഡിക്ലെയർ ചെയ്യാം. ഏത് ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾ ഇങ്ങനെ ഡിക്ലെയർ ചെയ്യണം. ദെൻ ഈ 2 ആൾക്കാരും ഈക്വൽ ആണ് എന്ന അസംഷനിൽ സ്റ്റാർട്ട് ചെയ്ത് അവസാനം നിങ്ങൾക്ക് x1 is equal to x2 എന്ന് കിട്ടണം. ഇങ്ങനെ കിട്ടിയാൽ പറയാം ഇത് 1 1 ആണ്. ക്ലിയർ ആയോ? സോ ഗൈസ് f of x1 is equal to f of x2 ആവുന്ന സമയത്ത്, അതായത് f of x1 is equal to f of x2 എന്ന് പറയുന്ന അർത്ഥം എന്താ, 3x1 equal to 3x2 ആകണം. ഓക്കെ, 3x1 is equal to 3x2 ആണ്. അപ്പൊ 2 സൈഡിൽ നമുക്ക് ഞാനെ കട്ട് ചെയ്യാം,
3 കട്ട് ചെയ്യാം. അങ്ങനെ കട്ട് ചെയ്താൽ ബാക്കി എന്താ ഉണ്ടാവുക? x1 is equal to x2 എന്ന് കിട്ടിയോ? x1 is equal to x2. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഇതാണ്. അതായത് നമ്മൾ എഫ് ഓഫ് x1ഉം എഫ് ഓഫ് x2ഉം ഈക്വൽ ആവുന്ന ആ ഒരു സിറ്റുവേഷനിൽ x1 is equal to x2 നമുക്ക് എൻഡ് ചെയ്യാൻ പറ്റണം. അങ്ങനെ എൻഡ് ചെയ്താൽ നമുക്ക് പറയാം therefore എഫ് ഈസ് നമ്മുടെ ഫംഗ്ഷൻ എന്താടാ? 1 ഫംഗ്ഷനാണ്. ഇപ്പോൾ 1 ആണെന്ന് ചെക്ക് ചെയ്യാൻ അത്ര മാത്രമേ ചെയ്യേണ്ട കാര്യമുള്ളൂ കേട്ടോ. ഇതെല്ലാത്തൊരു ഡിഫറെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യും? ലേറ്റർ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഇനി ഓൺ ടു ആണോ ഇല്ലേന്ന് എങ്ങനെ ചെക്ക് ചെയ്യുക? ഒന്നുമില്ല, നമ്മൾ എപ്പോഴും ഓൺ ടു ചെയ്യുന്ന കേസിൽ ഫസ്റ്റ് തന്ന ഫംഗ്ഷനെ y ഈക്വൽ ടു ആയിട്ട് എഴുതണം. y ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. y എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ആണ്, അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ആളാണ് നമ്മളുടെ ഏത് y എന്ന് പറയുന്ന ആള്. സോ y ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നമുക്ക് അറിയുന്ന കാര്യമാണ്. ഈ എഫ് ഓഫ് എക്സ് ക്വസ്റ്റ്യനിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത് അത് എന്ത് ചെയ്യുക? നെക്സ്റ്റ് സ്റ്റെപ്പിൽ എഴുതി കൊടുക്കുക. സോ y ഈസ് ഈക്വൽ ടു 3x നമുക്ക് കിട്ടും. സോ ഇത് സോൾവ് ചെയ്ത് ഇനി ഇത് സോൾവ് ചെയ്ത് അവസാനം നിങ്ങൾ ഇപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു ആക്കണം. ഫോർ എക്സാമ്പിൾ 3x - 2 ഉണ്ടെന്ന് വിചാരിക്കാം. -2 അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താവും? 5 + 2 is equal to 3x. ഇനി 3 അങ്ങോട്ട് കൊണ്ടുപോവുക. അങ്ങനെ എക്സ് അല്ലാത്ത ബാക്കി ആൾക്കാരൊക്കെ ഇവിടുന്ന് റിമൂവ് ചെയ്യണം കേട്ടോ. സോ ഇവിടെ എക്സിന്റെ കൂടെ 3 ഉണ്ട്. ആ 3 അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? y/3 എന്നാവില്ലേ? സോ y/3 എന്തായി മാറും? എക്സ്. therefore x is equal to, ഞാൻ തിരിച്ച് ചെയ്തിട്ടോ, x is equal to y/3. നമ്മളുടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് നാച്ചുറൽ നമ്പർ ടു നാച്ചുറൽ നമ്പർ അല്ലേ? സോ അതായത് ആരോ ഡയഗ്രത്തിൽ ഇവിടെയും നാച്ചുറൽ നമ്പർ ഇവിടെയും നാച്ചുറൽ നമ്പർ. സോ എക്സ് കിട്ടണമെങ്കിൽ y/3 എടുത്താൽ മതി. ഫോർ എക്സാമ്പിൾ 6 എടുത്ത്, ഇതാണ് വൈയുടെ ഏരിയ, ഇതാണ് എക്സിന്റെ ഏരിയ എന്നറിയാത്ത ആരും ഇല്ലല്ലോ. ഓക്കെ, ഞാൻ എന്ത് ചെയ്ത് 6 എന്ന് പറയുന്ന ആളെടുത്ത്. സോ എന്താവും? x is equal to 6/3 എന്ന് പറഞ്ഞാൽ 2. അതിനർത്ഥം എന്താ അറിയോ? 2ന്റെ ആരോ ആണ് 6ലേക്ക് പോകുന്നത്. ഓൺ ടു എന്ന് പറഞ്ഞാൽ എന്താ? ഈ രണ്ടാമത്തെ വട്ടത്തിൽ ആരും വേക്കൻ്റ് ആയിട്ട്, ആരും ഫ്രീ ആയിട്ട് ഇരിക്കരുത്. എല്ലാവർക്കും പ്രീ ഇമേജസ് വേണം. ഇപ്പൊ നിങ്ങൾ വൈക്ക് 3 കൊടുത്ത്, അപ്പൊ എക്സ് എന്താവും? എക്സ് ഇസ് ഈക്വൽ ടു y/3 എന്ന് പറഞ്ഞാൽ 3/3. ഇപ്പോൾ 1 കിട്ടി. സോ ഈ 3ലേക്ക് 1 നിന്നാണ് ഇമേജ് വരുന്നത്. അല്ലെങ്കിൽ 1ന്റെ ഇമേജ് ആണ് 3 എന്ന് പറയുന്നത്. ഇനി ഒരു കാര്യം ചെയ്തോ, 1 എടുത്തോ. അപ്പോൾ 1 എടുക്കുമ്പോൾ എന്താവും? എക്സ് ഇസ് ഈക്വൽ ടു y/3 എന്നുള്ളത് 1/3 ആയിട്ട് മാറും. അവിടെ ഇവിടെ 1/3 ഉണ്ടാവോ? നാച്ചുറൽ നമ്പർ അല്ലേ? നാച്ചുറൽ നമ്പറിൽ 1/3 എന്ന് പറഞ്ഞ ആളുണ്ടാവില്ല. റിയൽ നമ്പർ ആണ് ഉണ്ടാവുന്നു. നാച്ചുറൽ നമ്പർ എന്തില്ല? 1/3 ഇല്ല. അതായത് ഞാൻ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. വെൻ y is equal to 1, നമുക്ക് ആവശ്യമുള്ള എക്സ് എന്ന് പറയുന്ന ആൾ 1/3 ആയിട്ട് മാറും. അതായത് ഇവിടെ 1ന്റെ പ്രീ ഇമേജ് വരേണ്ടത് 1/3 എന്നാ. അപ്പോൾ ഇത് ഡിഫൈൻ ചെയ്ത നാച്ചുറൽ നമ്പർ ടു നാച്ചുറൽ നമ്പറാ. നാച്ചുറൽ നമ്പറിൽ 1/3 എന്ന് പറഞ്ഞ ആളില്ല. വിച്ച് മീൻസ് 1ന് പ്രീ ഇമേജ് ഇല്ല. എല്ലാവർക്കും പ്രീ ഇമേജ് ഉണ്ടെങ്കിലേ നമ്മൾ എന്ത് വിളിക്കുള്ളൂ? യെസ്, ഓൺ ടു എന്ന് വിളിക്കുള്ളൂ. സോ ഈ പറഞ്ഞ 1/3 എന്ന് പറയുന്ന ആള് നാച്ചുറൽ നമ്പറിലുള്ള ആളല്ല. therefore നമുക്ക് പറയാം f is not on 2. സോ ഫംഗ്ഷൻ 1 ആണ്, ബട്ട് എന്തല്ല? ഓൺ ടു അല്ല. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. സെറ്റ് അല്ലേ? സോ അടുത്തൊരു ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്. x² എന്ന് പറയുന്ന ആള് 1 അല്ല ഓൺ ടു അല്ല എന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ നമ്മളില്ല എല്ലാ എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ നേരത്തെ ചെയ്ത കാര്യം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? എല്ലാ എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ഒരു എക്സാമ്പിൾ വെച്ച് ഡിസ്കസ് ചെയ്താൽ മതി. സോ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു x². അപ്പോൾ 2ന്റെ ഇമേജ് കാണാൻ പോവാ. അതായത് ഇവിടെ 2 എന്ന് പറയുന്ന ആളുടെ ഇമേജ് എന്താണെന്ന് കാണാൻ പോവാ. എക്സിന് 2 എടുക്കുമ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് 2 ആവില്ല. അതിൽ സംശയമൊന്നും ഇല്ലല്ലോ. സോ എഫ് ഓഫ് എക്സ് x² ആണെങ്കിൽ എഫ് ഓഫ് 2 എന്താടാ? 2² അല്ലേ? അതെത്ര? 4. -2 കൊടുക്കുമ്പോൾ -2യുടെ സ്ക്വയർ. കറക്റ്റ് അല്ലേ? -2യുടെ സ്ക്വയർ എന്താ? അതും 4. അതായത് -2ന്റെ ഇമേജ് 4ലേക്കാണ് പോകുന്നത്, 2ന്റെ ഇമേജും 4ലേക്കാണ് പോകുന്നത്. അതായത് രണ്ടാൾക്കാർക്ക് ഒരേ ഇമേജ് വന്ന് ഇങ്ങനെ വന്ന അതിൻ്റെ അർത്ഥം എന്താ? രണ്ടാൾക്ക് സെയിം ഇമേജ് വന്ന അതിൻ്റെ അർത്ഥം അത് മെനി വേണം. 1 എന്ന് പറഞ്ഞാൽ ഈ -2ന്റെ ഇമേജ് ആണ് 4 എങ്കിൽ പിന്നെ ഒരാൾക്ക് പോലും 4 എന്നുള്ള ഇമേജ് ഉണ്ടാവരുത്. സോ ഗൈസ്, ഫ്രം ഹിയർ ഇറ്റ്സ് വെരി ക്ലിയർ. എഫ് ഓഫ് 2 ചെയ്തപ്പോഴും എഫ് ഓഫ് -2 ചെയ്തപ്പോഴും നമുക്ക് സെയിം കിട്ടി. therefore നമ്മൾ എഫ് എന്തല്ല? എഫ് ഈസ് നോട്ട് 1 അല്ലെങ്കിൽ നമുക്ക് മെനി 1 എന്ന പേരും കൂടി യൂസ് ചെയ്യാം കേട്ടോ. നോട്ട് 1 എന്നും പറയും, മെനി 1 എന്നും പറയാറുണ്ട്. ക്ലിയർ അല്ലേ? സോ ഇനി ഇത് ഓൺ ടുവിന്റെ കേസ് നേരത്തെ പറഞ്ഞതുപോലെ y is equal to f of x ചെയ്താൽ ഇനി f of x അവിടെ നമ്മൾ എന്ത് ചെയ്യുക? എന്താണ് ഫംഗ്ഷൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്? x² അല്ലേ? അത് കൊടുക്കുക. സോ y is equal to x². ഇനി x is equal to ഫോം നേരത്തെ ചെയ്ത് എന്താണ് അതുപോലെ തന്നെ x is equal to ഫോമിലേക്ക് മാറ്റാം. therefore x is equal to സ്ക്വയർ ഒഴിവാകുമ്പോൾ റൂട്ട് വരുന്നുള്ള കാര്യം അറിയാത്ത ആരില്ലല്ലോ. ഈ സ്ക്വയർ ഒഴിവാക്കുമ്പോൾ ഇവിടെ റൂട്ട് ഇട്ട് കൊടുത്താൽ മതി. സോ x is equal to √y. ഇപ്പം നിങ്ങൾ ആരോ ഡയഗ്രം ആലോചിക്കുക. ഇവിടെ നിങ്ങൾ വൈയുടെ ഏരിയ ആണ്, ഇത് എക്സിൻ്റെ ഏരിയ, റിയൽ നമ്പർ ടു റിയൽ നമ്പർ ആണ്. നിങ്ങൾ ഇവിടെ 25 ആണ് എടുത്തെങ്കിൽ, അതായത് y25 എടുക്കുകയാണെങ്കിൽ 25ന്റെ റൂട്ട് എന്താ? 5 ഉണ്ട്, -5 ഉണ്ട്. അപ്പോൾ 5ന്റെ ഇമേജും
-5ന്റെ ഇമേജും 25ലേക്കാണ് പോവുക. സോ ഞാനില്ലടാ വൈക്ക് ഒരു വാല്യൂ കൊടുക്കുകയാണ്. y is equal to when y is equal to -1. അപ്പോൾ x എന്താവും? √(-1). ഇങ്ങനെ ഒരു സാധനം നിങ്ങൾ പഠിച്ചു ഓർമ്മയുണ്ടോ? √-1 എന്ന് പറഞ്ഞാൽ അത് അയ്യ ഇമാജിനറി നമ്പറാ. അങ്ങനെ ഒരു റിയൽ നമ്പർ ഇല്ല. അതായത് √-1 എന്ന് പറയുന്ന ആൾ ഒരിക്കലും റിയൽ നമ്പറിൽ ഇല്ല. റിയൽ നമ്പറിൽ ഇല്ല എന്ന് പറയുന്ന അർത്ഥം എന്താ? -1 എന്ന് പറയുന്ന ആൾക്ക് പ്രീ ഇമേജ് വരുന്നത് ഈ √-1 എന്നാ. √-1 എന്ന് പറയുന്ന സാധനം റിയൽ നമ്പറിൽ ഇല്ല. വിച്ച് മീൻസ് -1 എന്തില്ല? യെസ്, പ്രീ ഇമേജ് ഇല്ല. സോ നമുക്ക് പറയാം therefore f is not onto പ്രീ ഇമേജ് ഇല്ല. അതിന്റെ അർത്ഥം എന്തല്ല? ഓൺ ടു അല്ല, കാരണം എല്ലാവർക്കും പ്രീ ഇമേജ് വേണം. അത്രേ ഉള്ളൂ. സോ ഗൈസ് മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ നമ്മൾ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് ബേസ് ചെയ്തുള്ള 1-2 ക്വസ്റ്റ്യൻസ് ചെയ്ത് നമ്മൾ നേരെ നെക്സ്റ്റ് ചാപ്റ്റർ ഇൻവേഴ്സ് ട്രിഗണോമെട്രിയിലേക്ക് എടുക്കാൻ പോവാം. സോ ഇവിടെ നിങ്ങൾക്ക് 2 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ഒരു വാല്യൂ കാണാനാണ്. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല. അതിൽ നിങ്ങൾക്ക് പരിചയമുള്ള ആരാളുള്ളത് നോക്ക്. ഇതിൻ്റെ ഉള്ളിൽ സൈൻ ഇൻവേഴ്സ് -1/2 എന്ന് പറയുന്ന ആളെ കാണാം. അപ്പോൾ ഈ സൈൻ ഇൻവേഴ്സ് -1/2 ഞാൻ ഫസ്റ്റ് എന്ത് ചെയ്യാൻ പോവാ? സൈൻ ഇൻവേഴ്സ് -1/2 ഞാൻ ഫസ്റ്റ് ഒന്ന് സോൾവ് ചെയ്യാൻ പോവാ. സൈൻ ഇൻവേഴ്സ് -1/2 എന്ന് പറയുന്ന ആളെ സോൾവ് ചെയ്യാൻ വേണ്ടി സൈനിൽ നെഗറ്റീവ് വരുമ്പോൾ എന്താ സംഭവിക്കുക എന്നുള്ള റൂൾ നിങ്ങൾക്ക് അറിയണം. സൈനിൽ നെഗറ്റീവ് വന്നാൽ ആ നെഗറ്റീവ് ജസ്റ്റ് പുറത്തേക്ക് വരുള്ളൂ. സോ സൈൻ ഇൻവേഴ്സ് -1/2 എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ ഇൻവേഴ്സ് 1/2 ആണ്. വിച്ച് ഇസ് ഈക്വൽ ടു ആ മൈനസ് നിങ്ങൾ എന്ത് ചെയ്യണം? വീണ്ടും കീപ്പ് ചെയ്യണം. ഇനി സൈൻ ഇൻവേഴ്സ് 1/2 എന്ന് പറയുന്ന ആളുടെ വാല്യൂ എന്താ? സൈൻ എപ്പോഴാ 1/2 ആവുക? അതാണ് സൈൻ ഇൻവേഴ്സ് 1/2. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. സൈൻ എപ്പോഴാണ് 1/2 ആവുക? π/6 അല്ലെ, 30 ഡിഗ്രിയാ. അതായത് -π/6 എന്ന് കിട്ടും. സോ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോൾ സൈൻ π/3 മൈനസ് അത്രയും ഞാനിവിടെ എഴുതി. സൈൻ π/3 മൈനസ് ചെയ്ത് ഇനി ഇയാളുടെ വാല്യൂ എന്തായിരുന്നു? -π/6. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. -π/6. ഒരു കാര്യം ചോദിച്ചോട്ടെ, മൈനസ് എന്താവും? മൈനസ് വന്നത് എന്താവും? പ്ലസ് ആവും. യെസ്. അപ്പോൾ ഇവിടുത്തെ വാല്യൂ എന്താ? ഇത് π/3 π/3 എന്ന് പറഞ്ഞാൽ 60 ആണ്. ഇത് π/6 അങ്ങനെ പറഞ്ഞാൽ 30 ആണ്. സോ 60 + 30 ആയി. കറക്റ്റ് അല്ലേ? 60 - പ്ലസ് ആയി പ്ലസ് 30. 60 + 30 എത്ര? 60 30 കൂട്ടി എത്രടാ? 90. സോ സൈൻ 90ന്റെ വാല്യൂ എന്താ എന്നായി മാറി. ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? സൈൻ π/2 വിച്ച് ഇസ് ഈക്വൽ ടു 1 മാർക്കിന്റെ ക്വസ്റ്റ്യനാ. വളരെ ക്വിക്കായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. 1 മാർക്കോ 2 മാർക്കോ നിങ്ങൾക്ക് ഇത് എക്സ്പെക്ട് ചെയ്യാം. റെഡി അല്ലേ? സോ നെക്സ്റ്റ് ആണ് എന്ത്? 3 വാല്യൂസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് 3 ആഡ് ചെയ്യാനാണ് പറഞ്ഞത്. അതിൽ ഒരാളുടെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ട്. ദെൻ ഫസ്റ്റ് ഇതാൾ ഡയറക്റ്റ് ആണ് ടാൻ ഇൻവേഴ്സ് 1. ടാൻ എപ്പോഴാണ് 1 ആവുക? 45 ഡിഗ്രി, അതായത് π/4. ഇനി കോസിൽ നെഗറ്റീവ് വന്നാൽ π- എന്നായിട്ട് എഴുതേണ്ടി. സൈനിൽ വന്നാൽ മൈനസ് പുറത്തേക്ക് ഇട്ടാൽ മതി. ബട്ട് കോസിൽ വന്നാൽ π- ആയിട്ട് എഴുതണം. π- ആര്? കോസ് ഇൻവേഴ്സ് 1/2. അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ വീണ്ടും ആ π- അവിടെ ഉണ്ടാവും. കോസ് ഇൻവേഴ്സ് 1/2ന്റെ വാല്യൂ എത്രയാണോ അത് എന്ത് ചെയ്യണം? എഴുതി കൊടുക്കണം. കോസ് ഇൻവേഴ്സ് 1/2 പറഞ്ഞാൽ കോസ് എപ്പോഴാ 1/2 ആവുന്നത് എന്നർത്ഥം. കോസ് 1/2 ആവുന്നത് 60 ഡിഗ്രിയിലാണ്. വിച്ച് മീൻസ് π/3 റേഡിയൻ. സോ π-π/3. ഓക്കെ, π-π/3. സോ 180 60 കുറച്ച് നമുക്ക് എന്താ കിട്ടുക? 120 കിട്ടും. അതായത് 2π/3 കിട്ടും. നിങ്ങൾക്ക് എന്ത് ചെയ്യുക? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. 3 × π 3π അഗെയിൻ -π/3, അതായത് 2π/3. ഇപ്പൊ ഞാൻ ഡയറക്റ്റ് വാല്യൂ ഇവിടെ എഴുതാൻ പോവാണ്. പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. 2π/3. ഇത് മൊത്തം ആഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഫസ്റ്റ് ഇതാളാരാ? π/4 ആണ്. സോ π/4 -π/6 പ്ലസ് 2π/3. ഇത് സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് കുറേ മെത്തേഡ് യൂസ് ചെയ്യാം. അപ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു മെത്തേഡ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത് എത്ര? 45 ഡിഗ്രി, 45 ഡിഗ്രി അല്ലേ? ഇതോ 30 ഡിഗ്രി. സോ 45 - 30 പ്ലസ് ഇത് എത്ര? 120. സോ ഇത്രയും ഒന്ന് ചെയ്ത് നോക്ക്. 45 - 30 കുറച്ചാൽ 15 കിട്ടും. 15 120 ആഡ് ചെയ്താൽ 135 കിട്ടും. സോ 135 ഡിഗ്രി എന്ന് പറയുന്ന ആളുകളൊന്ന് റേഡിയനിലേക്ക് മാറ്റാൻ മതി. 135 എന്ന് പറഞ്ഞാൽ 6 മൾട്ടിപ്പിളാ. അപ്പം നിങ്ങൾ ഏത് കണ്ടാലും 30 60 45 90 ഈ ആൾക്കാരെ മൾട്ടിപ്പിളിലേക്ക് വരാം. അപ്പോൾ ഞാൻ നേരത്തെ 120 എന്ന് പറഞ്ഞു. 120 എന്ന് പറഞ്ഞാൽ ഇയാളുടെ മൾട്ടിപ്പിളാണ്. അപ്പോൾ 2 × π/3 എന്ന് പറയാം. കാരണം 16 നമ്മൾ π/3 എന്നല്ല പറയാം. അതേപോലെ ഇപ്പോൾ നമുക്കിത് സോൾവ് ചെയ്തപ്പോൾ കിട്ടിയ ആളെത്ര? 135 ആ. ഒബ്വിയസ്ലി 5 കണ്ടുകൊണ്ട് 45നെ മൾട്ടിപ്പിൾ ആവാം. 45 × 2 എന്ന് പറഞ്ഞാൽ എത്ര? 90. 3 എന്ന് പറഞ്ഞാലോ? ചെയ്ത് നോക്ക്. 3 × 45 എത്ര? 135 ആ. സോ നമുക്ക് ഇയാളുടെ ആൻസർ ഡയറക്റ്റ് നമുക്ക് വാല്യൂയിലേക്ക് എത്താം. 3 × 45, അതായത് 3π/4. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ആർ യു ഗെറ്റിംഗ് മീ? തെറ്റല്ലേ?
അതായത് നിങ്ങൾ എല്ലാം എന്ത് ചെയ്യണം, ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് അങ്ങനെ ചെയ്ത് ഇങ്ങനെ കുളമാവുന്ന രീതിയിലേക്ക് പോകേണ്ട, ഡയറക്റ്റ് വാല്യൂസ് ഡിഗ്രിയിൽ അരിച്ച് നേരെ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്താൽ മതി. ക്ലിയർ ആണല്ലോ? സോ ഗൈസ് മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ഇൻവേഴ്സ് ട്രിഗണോമെട്രി എന്നാണ്. സൈൻ ഇൻവേഴ്സ് സൈൻ എക്സിന്റെ വാല്യൂ എക്സ് എന്ന് കിട്ടണമെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ട് ആണ്. സൈൻ ഇൻവേഴ്സ് സൈൻ എക്സിന്റെ വാല്യൂ എക്സ് എന്ന് കിട്ടണമെങ്കിൽ ഈ എക്സ് എന്ന് പറയുന്ന ആൾ അയാളുടെ, അതായത് സൈൻ ഇൻവേഴ്സിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിന്റെ ഉള്ളിലായിരിക്കണം. സൈൻ ഇൻവേഴ്സിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്താ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, -π/2 to π/2. ഒരു കാര്യം കൂടി ഞാൻ ഇവിടെ പറയുകയാണ്, അതായത് ഇല്ലേ നമ്മൾ ഈ ചാപ്റ്റർ, അതായത് ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിനെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മളെ ലൈവ് സെഷനിൽ, നിങ്ങൾ യൂട്യൂബിൽ ലൈവ് സെഷനിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ മെട്രിക്സ് ആയാലും ഡിറ്റർമിനന്റ് ആയാലും ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഒക്കെ ഒറ്റ ഷോട്ടിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചാപ്റ്റർ പഠിക്കാൻ പറ്റും. സോ എക്സാം ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് ടൈം ആയിട്ടുള്ളൂ, ഇതിന് ശേഷം നിങ്ങൾക്ക് എന്ത് റെഫർ ചെയ്യാം, ടൈം ഉണ്ട്, നാളാണ് നമ്മൾ എക്സാം വരുന്നത്. സോ പ്രോപ്പറായിട്ട് ഫോളോ അപ്പ് എടുത്ത് കൃത്യമായിട്ട് പഠിച്ചോളാം. സോ ഡീറ്റെയിൽഡ് കൺസെപ്റ്റ് ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടുന്ന് മനസ്സിലാക്കാൻ പറ്റും. മാക്സിമം ക്വസ്റ്റ്യൻസ് സാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഗൈസ് അടുത്ത ക്വസ്റ്റ്യൻ എന്താ, സൈൻ ഇൻവേഴ്സ് സൈൻ 13π/4. ഒബ്വിയസ്ലി 13π/4 നേരത്തെ ചെയ്ത പോലെ തന്നെ π/4 എന്ന് പറഞ്ഞാൽ 45. സോ 13 × 45 ചെയ്ത 555 കിട്ടും. ഇത് കട്ട് ചെയ്യാൻ പറ്റുക സൈൻ ഇൻവേഴ്സ് സൈൻ എക്സിനെ നിങ്ങൾക്ക് എക്സ് എന്ന് വിളിക്കുക. അതായത് കട്ടായിട്ട് എക്സ് വരണമെങ്കിൽ -90ൻ്റെയും +90ൻ്റെയും ഉള്ളിലാണ്. ഇപ്പൊ കിട്ടിയ വാല്യൂ 555 എവിടെയോ ഉള്ളത്. സോ ഇയാളുടെ ഇങ്ങനത്തെ കേസിൽ നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യാറാടാ, ഈ ഉള്ളിലുള്ള ആളില്ലേ ഇയാളുടെ വാല്യൂ കണ്ടുപിടിക്കണം. ഇയാളുടെ വാല്യൂ ആണ്. സോ ഇത് ഓൾറെഡി നമുക്കറിയാം, കംപ്ലീറ്റ് റെവല്യൂഷൻ കഴിഞ്ഞാൽ 360 എന്നാ പറയാ. സോ 360 കടന്നു പോയി. അപ്പൊ എന്ത് ചെയ്യാ, 360 പ്ലസ് എത്ര നോക്കാം, ഇതൊക്കെ +1 ട്രിഗണോമെട്രി. 360 പ്ലസ് എത്ര ചെയ്താൽ 585 കിട്ടുക, 225. കാൽക്കുലേറ്റർ നോക്കിയാൽ മതി. 585 നിങ്ങൾ എന്ത് ചെയ്യുക, 360 കുറയ്ക്കുക. അങ്ങനെ കുറച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, 225 കിട്ടും. സോ 360 പ്ലസ് തീറ്റ എന്ന് പറയുന്ന ആള് സൈനിന്റെ കേസിൽ ശ്രദ്ധിക്കണേ, സൈൻ 360 പ്ലസ് തീറ്റ എന്ന് പറയുന്നത് എന്താ, സൈൻ തീറ്റ ആണ്. അപ്പൊ 360 പ്ലസ് 225 സൈൻ 225. ഇനി സൈൻ 225ന്റെ വാല്യൂ ആണ് എങ്ങനെ കണ്ടുപിടിക്കാം. ഇതല്ലാത്ത ഡിഫറെന്റ് ക്വസ്റ്റൻ ഒക്കെ നമ്മൾ ഇൻവേഴ്സ് ട്രിഗണോമെട്രിന്റെ വൺ ഷോട്ടിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. കംപ്ലീറ്റ് കൺസെപ്റ്റ് നിങ്ങൾക്ക് അവിടെ കിട്ടും. നമ്മൾ ഫൈനൽ ആപ്പിലാണ് നിൽക്കുന്നത്. സോ സൈൻ 225 കാണാൻ പറഞ്ഞാൽ ഈ 225 ഏത് ക്വാഡ്രന്റ്, ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ തേർഡ് ആണോ ഫോർത്ത് ആണോ, ഇത്രയും വരുമ്പോൾ തന്നെ 180 ആയി. ഇത് 270 ആയി. സോ 180 × 270 ഇടില്ല, അതായത് തേർഡ് ക്വാഡ്രന്റാ. തേർഡ് ക്വാഡ്രന്റിൽ സൈൻ നമ്മൾ എങ്ങനെ എഴുതണ്ടേ, സൈൻ 180 പ്ലസ് തീറ്റ, അതായത് 180 പ്ലസ് 45 ആണ് 225. സംശയമായിട്ട് നോക്കിയോ, 180 45 കൂട്ടി നിങ്ങൾക്ക് 225 കിട്ടും. ക്ലിയർ അല്ലേ? സോ 180 പ്ലസ് തീറ്റ. ഇനി നിങ്ങൾ ASTC എന്ന് പറയുന്ന വളരെ മനോഹരമായ ഒരു കോൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ട്. ഇത് A ആണ്, അതായത് എല്ലാവരും ഇവിടെ പോസിറ്റീവാണ്. ഇവിടെ സൈന് മാത്രമേ പോസിറ്റീവ് ഉള്ളൂ, ഇവിടെ ടാന് മാത്രം, ഇവിടെ കോസ് മാത്രം. സോ തേർഡ് ക്വാഡ്രന്റിലാണ് ഇപ്പോൾ ഇയാളുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ 180 പ്ലസ് തീറ്റ ഫോമിൽ ചെയ്തത്. ബട്ട് തേർഡ് ക്വാഡ്രന്റിൽ ടാന് മാത്രം പോസിറ്റീവ്. അപ്പൊ സൈന് വന്നാൽ നെഗറ്റീവാണ് കിട്ടുക. അപ്പൊ കിട്ടുന്ന ആൻസർ എന്തായി മാറും, ഈക്വൽ ടു മൈനസ് സൈൻ 45. അപ്പൊ ചില ആൾക്കാർ ഇങ്ങനെ ആലോചിക്കുന്നുണ്ടാവും, അല്ല സാറ് ഈ 180 പ്ലസ് എവിടെ പോയി, ഈ 180 പ്ലസിന്റെ ഇമ്പാക്ട് ആണ് ഇവിടെ പുറത്ത് മൈനസ് ആയിട്ട് കാണുന്നത്. അതാണ് ASTC കൺസെപ്റ്റ്. ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയെങ്കിൽ ഗോ ആൻഡ് ചെക്ക് ഇറ്റ്. നമ്മളെ വൺ ഷോട്ട് കാണാം ഇൻവേഴ്സ് ട്രിഗണോമെട്രിന്റെ. സോ ഇത് +1 ട്രിഗണോമെട്രി ആട്ടോ. അതുകൊണ്ട് ഞാൻ പിന്നെ ഒരുപാട് സ്ട്രെസ് ചെയ്യാത്തത്. സൈൻ 45ന്റെ വാല്യൂ എത്ര, സൈൻ 45യുടെ വാല്യൂ 1/√2 ആണ്. സോ ഗൈസ് ദിസ് ഈക്വൽ ടു മൈനസ് 1/√2. സോ ഈ ഉള്ളിലുള്ള ആളുടെ വാല്യൂ നമുക്ക് കിട്ടി. Therefore നമുക്ക് എന്ത് ചെയ്യാം, നേരെ ആൻസറിലേക്ക് വരാം. Therefore സൈൻ ഇൻവേഴ്സ് സൈൻ 13π/4 എന്ന് പറയുന്ന ആൾ ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് സൈൻ 13π/4ന്റെ വാല്യൂ എത്ര കിട്ടി, -1/√2. നമ്മൾ നേരത്തെ കണ്ട് സൈനിന്റെ ഉള്ളിൽ നെഗറ്റീവ് കണ്ടാൽ എല്ലാ നെഗറ്റീവ് പുറത്ത് കിട്ടാൽ മതി. കണ്ടോ, സൈൻ ഇൻവേഴ്സ് -x, ആ മൈനസിനെ പുറത്ത് കിട്ടി ബാക്കി സോൾവ് ചെയ്താൽ മതി. സോ സൈൻ ഇൻവേഴ്സ് 1/√2 എന്ത് ചെയ്യാം, ആ മൈനസിനെ പുറത്തേക്ക് വെക്കാം. ഇനി ബാക്കി വരുന്ന വാല്യൂസ് സോൾവ് ചെയ്യാം. സൈൻ ഇൻവേഴ്സ് 1/√2. സൈൻ ഇൻവേഴ്സ് 1/√2ന്റെ വാല്യൂ എത്ര, π/4 അല്ലേ. സൈൻ എപ്പോഴാണ് 1/√2 ആവാന്ന് അതിന്റെ അർത്ഥം. സൈൻ 45 ആണ് 1/√2. സോ സൈൻ ഇൻവേഴ്സ് 1/√2ന്റെ വാല്യൂ π/4, അതായത് 45. മൈനസ് പുറത്തുള്ളതുകൊണ്ട് മൈനസ് കീപ്പ് ചെയ്യുക. സൈൻ ഇൻവേഴ്സ് 1/√2ന്റെ വാല്യൂ അതായത് π/4 അതുപോലെ എഴുതി കൊടുക്കാം. സെറ്റ് അല്ലേ? സോ ഗൈസ് ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് അടുക്കുക. സോ 2 ചാപ്റ്റർ കംപ്ലീറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടോ, എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ. സോ നെക്സ്റ്റ് വരുന്നത് നമ്മളുടെ മാട്രിസസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഫ്രീക്വന്റ് ആയിട്ട് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അവിടെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾക്ക് ഒരു AIJ = ഒരു അഡ്രസ്സ് തരും. എന്നിട്ട് നിങ്ങൾ പറയും 2/2 3/3 അങ്ങനെ ആരെങ്കിലും കൺസ്ട്രക്ട് ചെയ്യാൻ നല്ല പോലെ നിങ്ങൾക്ക് എക്സാമിന് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കൺസ്ട്രക്ട് എ മെട്രിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ. സോ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താ,
എ ഐ ജെ ഇസ് ഈക്വൽ ടു ഐ മൈനസ് ജെ എന്നാ പറഞ്ഞത്. സോ എ 2/2 ആയതുകൊണ്ട് 2/2 ജനറൽ ഫോം ചെയ്താൽ എ ഐ ജെ ഐ മൈനസ് ജെ ആയതുകൊണ്ട് എല്ലാവരും ഇവിടെ കണ്ടുപിടിക്കുക. അപ്പൊ A11 എങ്ങനെ ഉണ്ടാവുക? ഐ മൈനസ് ജെ എന്ന് പറയുന്ന പോലെ ഇവിടെ 1 - 1 ഉണ്ടാവും, ഇവിടെ 1 - 2 ഉണ്ടാവും, ഇവിടെ 2 - 1 ഉണ്ടാവും, ഇവിടെ 2 - 2. അതായത് ജസ്റ്റ് ഐ മൈനസ് ജെ ചെയ്താൽ നിങ്ങൾക്ക് വാല്യൂ കിട്ടടാ. സോ ഫസ്റ്റ് ആളുടെ വാല്യൂ എത്ര? 0 ആണ്, ഇത് -1 ആണ്, ഇത് 1 ആണ്, ഇത് 0 ആണ്. സോ 0 - 1 അഗെയിൻ ഇവിടെ 1, ഇത് 0. അപ്പോൾ ഒന്നാമത്തെ ആളെ നമ്മൾ സോൾവ് ചെയ്തിട്ടോ, കൺസ്ട്രക്ട് ചെയ്ത്. ഇങ്ങനെ കൺസ്ട്രക്ഷൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. ഇനി ചെക്ക് വെദർ എ സ്ക്യൂ സിമെട്രിക്. ഇയാൾ സ്ക്യൂ സിമെട്രിക് ആണോ നോക്കണം. സ്ക്യൂ സിമെട്രിക്കിന്റെ ഫസ്റ്റ് കണ്ടീഷൻ ആണ് ഡയഗണൽ ആൾക്കാരൊക്കെ 0 ആയിരിക്കും. ഇതൊക്കെ. ഇനി എന്താ സ്ക്യൂ സിമെട്രിക് എന്ന് പറഞ്ഞാൽ? സ്ക്യൂ സിമെട്രിക് എന്ന് പറഞ്ഞാൽ നിങ്ങളില്ലടാ ഇയാളുടെ ട്രാൻസ്പോസ് എടുത്ത് എന്റെ ട്രാൻസ്പോസ് എടുത്ത്, അപ്പോൾ എന്താണോ എ അതിന്റെ നെഗറ്റീവ് നിങ്ങൾക്ക് കിട്ടും. സോ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? നെഗറ്റീവ് ഓഫ് എ ചെയ്ത് നോക്കുക. ഇയാളുടെ മൊത്തം സൈന് മാറ്റിയിട്ട് പറയാം, അതിനാണ് നെഗറ്റീവ് എ എന്ന് പറയാം. 0ന്റെ സൈൻ മാറ്റിയാൽ 0 തന്നെ, -1ന്റെ സൈന് മാറ്റിയാൽ 1 കിട്ടും, 1ന്റെ സൈൻ മാറ്റിയാൽ -1 കിട്ടും, ആൻഡ് 0 കിട്ടും. സോ നമ്മളിപ്പോൾ -a കണ്ടുപിടിച്ച്. ഈ -a തന്നെ ആയിരിക്കും നിങ്ങൾ ഇയാളുടെ ട്രാൻസ്പോസ് എടുത്താൽ കിട്ടുക. എന്താ ട്രാൻസ്പോസ്? എടാ റോ കോളം ഇന്റർചേഞ്ച് ചെയ്യാത്രേ ഉള്ളൂ. റോയും കോളം ഇന്റർചേഞ്ച് ചെയ്യുന്ന നമ്മൾ എന്ത് വിളിക്കുക? ട്രാൻസ്പോസ് എന്ന് വിളിക്കുക. സോ ട്രാൻസ്പോസ് എടുത്ത് നോക്കിയാലോ, 0 - 1 കറക്റ്റ് അല്ലേ? ഇത് 0 - 1, അത് ഫസ്റ്റ് കോളം ആയിട്ട് ചെയ്താൽ എങ്ങനെ? ഇവിടെ 0, ഇവിടെ -1, സെറ്റ് അല്ലേ? ഓക്കെ. ഇനി സെക്കൻഡ് കോളം, സെക്കൻഡ് റോ 1 0, അത് സെക്കൻഡ് കോളം ആയിട്ട് ചെയ്താൽ 1 0. സോ നോക്ക്, ഇത് രണ്ടും സെയിം ആണോ? എ ട്രാൻസ്പോസും -aയും സെയിം ആണോ? ആണെങ്കിൽ നിങ്ങൾക്ക് സ്ക്യൂ സിമെട്രിക് എന്ന് പറയാം. ചെക്ക് ചെയ്ത് നോക്ക്, സെയിം അല്ലേ? ഇംപ്ലൈസ് നമുക്ക് പറയാം എ ഈസ് സ്ക്യൂ സിമെട്രിക്. എന്താണ്? സ്ക്യൂ സിമെട്രിക് ആണ്, കാരണം ട്രാൻസ്പോസ് എടുത്തപ്പോൾ കിട്ടിയ വാല്യൂ മറ്റേതും സെയിം ആണ്. സോ ഹിയർ എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എക്സാക്ട് -aക്ക് ഈക്വൽ ആയിരുന്നു. എ ട്രാൻസ്പോസ് -a ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? എ എന്ന് പറയുന്നത് എന്താണ്? സ്ക്യൂ സിമെട്രിക് ആണെന്ന് പറയാം. തെറ്റല്ലേ? സോ ഗൈസ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഞാൻ കിടക്കാം. ഈ ക്വസ്റ്റ്യനും മെട്രിക്സ് എന്നാണ് ഓൾറെഡി നമ്മൾ വൺ ഷോട്ടിൽ ഡിസ്കസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ, പ്രീവിയസ് ഇയറിൽ ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒരു മെട്രിക്സ് നിങ്ങൾക്ക് തന്നു, ഇത് സിമെട്രിക് ആണെന്നും പറഞ്ഞു. അങ്ങനെ ആണെങ്കിൽ ഇവിടെ 2 അൺനോൺ വാല്യൂ ഉണ്ട്, അതിന്റെ വാല്യൂ കണ്ടുപിടിക്കണം, എയും ബിയും. എടാ സിമെട്രിക് എന്ന് പറഞ്ഞാൽ എന്താ? ട്രാൻസ്പോസ് എടുത്താൽ ഇത് തന്നെ കിട്ടണം. അപ്പോൾ എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു എ. അപ്പോൾ എ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഞാൻ ഇവിടെ എ ട്രാൻസ്പോസും എഴുതാൻ പോവാ. 2-1b എന്ന് പറയുന്ന ഫസ്റ്റ് റോനെ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് കോളം മാറ്റി എഴുതണം, 2-1b. അടുത്ത 1-4-6 എന്ന് പറയുന്ന സെക്കൻഡ് റോനെ സെക്കൻഡ് കോളം ആയിട്ട് എഴുതണം. ദെൻ തേർഡ് റോ -3a2, അതിനെ തേർഡ് കോളം ആയിട്ട് എഴുതണം. സോ എ ട്രാൻസ്പോസും എ സെയിം ആകുമ്പോഴാണ് നമ്മൾ സിമെട്രിക് എന്ന് പറയാം. സോ ഇത് രണ്ടും ഈക്വൽ ആണ് എന്ന് നമുക്കിപ്പോൾ മനസ്സിലായി. ഇനി എങ്ങനെ കണ്ടുപിടിക്കുക? ഭയങ്കര സിമ്പിൾ അല്ലേ? നമുക്ക് ഇവിടെ 2, ഇവിടെ 2, കുഴപ്പമില്ല, ഇവിടെ 1, ഇവിടെ 1, അങ്ങനെ വരുള്ളൂ. ഇവിടെ ബി ഉണ്ട്, ഇവിടെ -3 ഉണ്ട്. അപ്പോൾ എന്താ കൺക്ലൂഷൻ? എന്താ? ബിയുടെ വാല്യൂ ആണ് -3. ഇനി വേറെ എന്തെങ്കിലും പറയാണ്ടോ? അത് നമുക്ക് ഇവിടെ വീണ്ടും കാണാം, ബിയുടെ വാല്യൂ ഇവിടെ -3 എന്ന് കാണാം. ഇനി അതേപോലെ എ കണ്ടുപിടിക്കണം. എയുടെ പ്ലേസിൽ ആരുണ്ട്? 6 ഉണ്ട്, വീണ്ടും കാണാം 6 എന്ന് പറയുന്നത് എയുടെ പ്ലേസിൽ. സോ ഗൈസ്, from here it's very clear the value of a is equal to 6 and the value of b is equal to -3. That's all. So first question part A നമ്മൾ സോൾവ് ചെയ്തു. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഉണ്ട്, അതായത് എ എന്ന് പറഞ്ഞ 2/2 മെട്രിക്സ് എന്നിക്കണ്. ഈ മെട്രിക്സ് ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, a² is equal to k - 2y. എന്നിട്ട് നിങ്ങളോട് പറഞ്ഞ കെ എന്റെ വാല്യൂ ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ a² എന്താ നിങ്ങൾക്ക് അറിയോ? a² എന്ന് പറഞ്ഞാൽ ഇയാളുടെ സ്ക്വയർ, അതായത് 9 4 16 4 എന്ന് പറഞ്ഞത് തെറ്റാ. സ്ക്വയർ കാണാൻ പറഞ്ഞാൽ നമ്മളെ നോർമലി ചെയ്യുന്ന പോലെ ഡയറക്റ്റ് കാണലില്ല, മെട്രിക്സുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. സോ a² കാണാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? എ എന്ന് പറയുന്ന മെട്രിക്സിനെ വീണ്ടും എ എന്ന് പറയുന്ന മെട്രിക്സ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. a² എന്ന് പറഞ്ഞാൽ a × a ആണ്. സോ എ എന്ന് പറയുന്ന മെട്രിക്സും എ എന്ന് പറയുന്ന മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലിക്കേഷൻ്റെ റൂളൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മൾ വൺ ഷോട്ടിൽ ഡിസ്കസ് ചെയ്ത കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഓൾമോസ്റ്റ് ഐഡിയ ഉണ്ടാവണം. ഇല്ലാത്ത ആൾക്കാർ നിർബന്ധമായിട്ട് മെട്രിക്സിന്റെ വൺ ഷോട്ട് കാണണം. കാരണം മെട്രിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ എക്സാമിന് അത്രയും വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ്. മെട്രിക്സും ഡിറ്റർമിനന്റ് കേട്ടോ. സോ ഫസ്റ്റ് മെട്രിക്സിൽ റോ മാത്രം എടുക്കാൻ പറ്റുള്ളൂ, സെക്കൻഡ് മെട്രിക്സിൽ കോളം മാത്രം. സോ ഇവിടെ ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്നത് 3 × 3 9, -2 × 4 -8, 9 - 8 1. അതാണ് ഇവിടുത്തെ ഫസ്റ്റ് വാല്യൂ. ഇയാളുടെ അഡ്രസ് എന്താ? A12 ആണല്ലേ. A12 എന്ന് പറഞ്ഞാൽ നിങ്ങൾ 1ഉം 2 എടുക്കേണ്ടത്, അതായത് ഫസ്റ്റ് റോയും സെക്കൻഡ് കോളം. ഇവിടെ റോ മാത്രം, ഇവിടെ കോളം മാത്രം. സോ ഫസ്റ്റ് റോ ഇവിടെ ഉണ്ട്, ഇനി സെക്കൻഡ് കോളം എടുക്കുക. ഇത് ഓപ്പറേറ്റ് ചെയ്യുക, ഫസ്റ്റ് റോ സെക്കൻഡ് കോളം ഓപ്പറേറ്റ് ചെയ്യുക. 3ഉം -2 മൾട്ടിപ്ലൈ ചെയ്യുക, -2 -2 മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുക. അങ്ങനെ സോൾവ് ചെയ്ത് മക്കളെ നമുക്ക് a² വാല്യൂ 1 - 2 4 - 2 കിട്ടി.
1 മൈനസ് 2 4 മൈനസ് 4 എന്ന് കിട്ടി. ഓക്കെ അല്ലേ? ഇനി ഈ എ സ്ക്വയർ മാത്രമല്ല, ക്വസ്റ്റ്യനിൽ പറഞ്ഞതിൽ എ സ്ക്വയർ ഉണ്ട്, 2i ഉണ്ട്. അപ്പൊ 2i എന്ന് പറഞ്ഞാൽ ഐ ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട്. സോ 2i എന്ന് പറഞ്ഞാൽ എന്താവും? ഇയാളെ മൊത്തം 2നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2002. അപ്പൊ എ സ്ക്വയറും ആയി 2i ആയി. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ അറിയോ? കെ എ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ പ്ലസ് 2i ആവില്ല എന്ന് നോക്കി നോക്ക്. ഈ മൈനസ് 2iനെ അങ്ങോട്ട് കൊണ്ടുപോയാൽ പ്ലസ് 2i ആവും. ആരടുത്തേക്കാ പോയത്? എ സ്ക്വയറിന്റെ അടുത്തേക്ക്. അപ്പൊ ഇവിടെ ആര് ഫ്രീ ആയി? കെ എ ഫ്രീ ആയി. അപ്പൊ കെ എ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ പ്ലസ് 2i ആ. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ അറിയോ? എ സ്ക്വയർ പ്ലസ് 2iയുടെ വാല്യൂ കണ്ട് അത് കെ എ ആയിട്ട് ഇക്വേറ്റ് ചെയ്യണം. സോ ഹിയർ എ സ്ക്വയർ പ്ലസ് 2i എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ ആരടാ? 1 മൈനസ് 2 4 മൈനസ് 2 എന്ന് പറയുന്ന ആളല്ലേ. ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? 2i എന്ന് പറയുന്ന 2002 ആഡ് ചെയ്യണം. ഓക്കെ, സോ എ സ്ക്വയർ പ്ലസ് 2i ചെയ്യാൻ പോവാണ്. ദിസ് ഈക്വൽ ടു, ശ്രദ്ധിക്കണം ഇത് ക്വസ്റ്റ്യനിൽ പറഞ്ഞ കാര്യം കേട്ടോ. എ സ്ക്വയർ പ്ലസ് 2i എന്ന് പറയുന്ന ആൾ ഡയറക്റ്റ് എ സ്ക്വയർ പ്ലസ് 2i എന്നല്ല തന്നത്. കെ എ ഈക്വൽ ടു എന്ന് ഡയറക്റ്റ് തന്നിട്ടില്ല. എ സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്നാ തന്നെ. ഞാൻ കെ എ ഈക്വൽ ടു എന്നാക്കി, കാരണം നമ്മളുടെ ഒബ്ജക്റ്റീവ് കെനെ കണ്ടുപിടിക്കില്ല. ക്ലിയർ അല്ലേ? സോ ഗൈസ്, ഇനി ചെയ്യേണ്ട കാര്യം എന്താ? അപ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? 1ഉം 2ഉം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 3 കിട്ടും, ഇവിടെ -2 കിട്ടും, ഇവിടെ 4 കിട്ടും. 4 + 0 then -4 + 2 പറഞ്ഞാൽ -2. സോ എ സ്ക്വയർ പ്ലസ് 2iയുടെ വാല്യൂ ഉണ്ട്. ഈ എ സ്ക്വയർ പ്ലസ് 2i എന്നാണ് കെ എ എന്ന് പറയുന്നത്. അപ്പൊ കെ എ എന്ന് പറയുന്നത് എന്താ? കെ എ എന്ന് പറയുന്നത് എന്താ? ഇംപ്ലൈസ് കെ എ എന്ന് പറഞ്ഞാൽ കെ ഇൻറ്റു എ ആണ്. കെ ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ കെ എന്ന് എഴുതാ, എന്നിട്ട് എ മെട്രിക്സ് ചെയ്താ. എ മെട്രിക്സ് ആരാ? 3 - 2 4 - 2. ഇത് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഇത് എന്തെങ്കിലും ആവട്ടെ, ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഇവിടെ ഇപ്പോൾ ഒരു 5 വന്നതിൻ്റെ അർത്ഥം എന്താ? 5 × 3. അപ്പോൾ ഫസ്റ്റ് ഇതാൾ 50 എന്നാ വരാം. 5 × -2 ഇവിടെ -10 എന്നാ വരാം. സോ ഈ മെട്രിക്സ് ഇല്ലടാ, ഇയാളെ ഏതോ ഒരു നമ്പറോട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയ ആളാണ് ഇവിടെ കാണുന്ന സെക്കൻഡ് മെട്രിക്സ്. സോ ഈ ഇതാരാ? 3 - 2 4 - 2 അല്ലേ? അത് എക്സാക്ട് നമ്മളുടെ ഈ മെട്രിക്സ് തന്നെയല്ലേ? അപ്പൊ കെന്റെ വാല്യൂ എന്തായിരിക്കും? ആലോചിച്ച് ഈ മെട്രിക്സിനെ ഏതോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടി. അതായത് ഇതിലൊരു ചേഞ്ചും ഇല്ല. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്ത ആൾ 1 ആയിരിക്കും. സോ ദി വാല്യൂ ഓഫ് കെ ഇസ് ഈക്വൽ ടു 1. സോ ഗൈസ്, ദി വാല്യൂ ഓഫ് കെ ഇസ് ഈക്വൽ ടു, കെയുടെ വാല്യൂ എന്താണെന്ന് മനസ്സിലായി? കെ ഇസ് ഈക്വൽ ടു 1 ആണ് മനസ്സിലായി. ക്ലിയർ ആണല്ലോ? സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. സോ അടുത്തത് ഈ മെട്രിക്സിൽ ചോദിക്കുന്ന ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത്? ഒരു മെട്രിക്സ് തരും, ഇയാളെ നിങ്ങൾ സിമെട്രിക് മെട്രിക്സിന്റെയും സ്ക്യൂ സിമെട്രിക്കിന്റെയും സം ആയിട്ട് എക്സ്പ്രസ് ചെയ്യണം. സോ അതിനുള്ള ഇക്വേഷൻ ആണിത്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു കൺസെപ്റ്റാണ് സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ. സോ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ അറിയോ? ഇയാളെ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിക്കണം. ½ × A + A ട്രാൻസ്പോസ് പ്ലസ് ½ × A - A ട്രാൻസ്പോസ്. സോ ഇനി നോക്കണേ, അവിടെ എ ഇവിടെ ഉണ്ട്, എന്റെ ട്രാൻസ്പോസ് നമ്മുടെ എഴുതി, ഇത് രണ്ടും ആഡ് ചെയ്യണം. അപ്പോഴല്ലേ A + A ട്രാൻസ്പോസ് ഇട്ടാ. അപ്പോൾ ഒരു വാല്യൂ കിട്ടി. ഇതേപോലെ A - A ട്രാൻസ്പോസും കാണണം. അതായത് ഇവിടുന്ന് ഇത് കുറയ്ക്കുക. അപ്പൊ അടുത്ത മെട്രിക്സ് കിട്ടി. ഇനി ഈ മെട്രിക്സ്, അതായത് ഒരു കാര്യം കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം മനസ്സിലാക്കാൻ വേണ്ടി. ഈ മെട്രിക്സ് ഇല്ലേ, നമ്മുടെ ഫസ്റ്റ് മെട്രിക്സ്, ഇയാള് സിമെട്രിക് ആയിരിക്കും, ഇയാള് സ്ക്യൂ സിമെട്രിക് ആയിരിക്കും. ഇതാണ് ഇവിടുത്തെ സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് പാർട്ട്. ക്ലിയർ അല്ലേ? സോ നമ്മളോട് പറഞ്ഞ സം ഓഫ് എ സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. അപ്പോൾ A + A ട്രാൻസ്പോസ് ചെയ്തപ്പോൾ നമുക്ക് ഒരു വാല്യൂ കിട്ടി, A - A ട്രാൻസ്പോസ്. ഇനി ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കാറോ? ഈ +A ട്രാൻസ്പോസും -A ട്രാൻസ്പോസും കട്ടായിട്ട് 2A കിട്ടും. നമുക്ക് ഈ A തന്നെ കിട്ടണം. അപ്പൊ ഇതിന്റെ ഹാഫ് എടുക്കണം. അതാണ് ഇവിടുത്തെ ലോജിക്ക്. ഈ ഹാഫ് എടുക്കാനുള്ള ലോജിക്ക് ഒന്നും നിങ്ങൾ ആലോചിക്കാൻ, നിങ്ങൾ ഡയറക്റ്റ് എന്ത് ചെയ്യുക? A + A ട്രാൻസ്പോസ് കാണാം, A - A ട്രാൻസ്പോസ് കാണാം. ഇനി ഇതിന്റെ ഹാഫും ഇതിന്റെ ഹാഫ് എടുക്കുക. സോ A + A ട്രാൻസ്പോസിന്റെ ഹാഫ് എടുക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരും പകുതിയാവും. 8 ഉള്ള ആളെന്താവും? ഇവിടെ 4 ആവും. അങ്ങനെ എല്ലാവരും പകുതിയാവും. 5 ഉണ്ട്, അതെന്തായി 2.5 ആയി. ഇങ്ങനെ എല്ലാവരും നമ്മൾ എന്ത് ചെയ്ത്? ഹാഫ് ആക്കി. അതേപോലെ ½ ഓഫ് A - A ട്രാൻസ്പോസും ചെയ്ത് ഈ കിട്ടിയ 2 ആൾക്കാരില്ലടാ. ½ ഓഫ് A + A ട്രാൻസ്പോസ് എന്ന് പറയും നമ്മൾ ഇവിടുത്തെ ഫസ്റ്റ് ഇതാളും, ½ ഓഫ് A - A ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സെക്കൻഡ് ആളും. ഇത് രണ്ടും ആഡ് ചെയ്യണം. ഇത് ആഡ് ചെയ്തിട്ട് നമ്മൾ ക്വസ്റ്റ്യനിൽ ചോദിച്ചുള്ള ഒറിജിനൽ ഈ ആളെ തന്നെ നമുക്ക് കിട്ടണം. ക്ലിയർ അല്ലേ? സോ നമുക്ക് ചെയ്ത് നോക്കിയാലോ. അതായത് 403 512 627 എന്ന് കിട്ടണം. നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇതാള് 4 + 0 എന്താ? 4 ആണ് അല്ലേ? അടുത്ത ആള് 2.5 - 2.5 എന്താ? 0 ആണ്. 4.5 - 1.53. അപ്പൊ നോക്കുക, എല്ലാവരും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ പാറ്റേണിൽ കിട്ടും. ചെയ്ത കറക്റ്റ് ആണ് നോക്ക്. ഓരോ ആൾക്കാരും വെരിഫൈ ചെയ്യണം കേട്ടോ. ഇവിടെ 2.5 + 2.5 5 ആണ്. 1 + 0 1 ആണ്. 2 + 0 2 ആണ്.
2+0 ഇവിടെയും 2 ആണ്, 7+0 ഇവിടെയും 7 ആണ്, പിന്നെ ബാക്കിയുള്ള ഈ രണ്ടാൾക്കാർ 4.5 1.56 ആണ്, എല്ലാവരും കിട്ടി. അതായത് നമ്മളുടെ ഒറിജിനൽ എ തന്നെ കിട്ടി. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ, അതായത് നിങ്ങൾ സിമെട്രിക്കിന്റെയും സ്ക്യൂ സിമെട്രിക്കിന്റെയും സമ്മാക്കി എഴുതിയിട്ട് നമ്മളുടെ ഒറിജിനൽ എ കിട്ടണം. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഇക്വേഷൻ പറഞ്ഞാൽ വേറൊരു ബുദ്ധിമുട്ടില്ല. ബട്ട് ഈ ക്വസ്റ്റ്യനിൽ ചെറിയ വരുന്ന ട്വിസ്റ്റ് ഉണ്ടാവും. നിങ്ങൾക്ക് ചിലപ്പോൾ ഈ എ എന്ന് പറയുന്ന ആളെ ഡയറക്റ്റ് നിങ്ങൾക്ക് തരില്ല, എനെ ഡയറക്റ്റ് നിങ്ങൾക്ക് തരില്ല. പകരം യു ഹാവ് ടു കൺസ്ട്രക്ട് എ. നേരത്തെ ഒരു കൺസ്ട്രക്ഷൻ പറഞ്ഞ ഓർമ്മ ഉണ്ടോ? എ എന്ന് പറയുന്ന ആൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യണം. സോ കൺസ്ട്രക്ട് ചെയ്യുന്ന നിങ്ങളോട് ചിലപ്പം പറയും എ ഐ ജെ ഇസ് ഈക്വൽ ടു ഐ മൈനസ് അല്ലെങ്കിൽ i+j/2 എന്നോ ഇനി 2i+3j എന്നോ പലതും തരും. സോ ആ അഡ്രസ്സ് വെച്ച് നിങ്ങൾ എ ഐ ജെ അഡ്രസ്സ് കൊടുത്ത് എ എന്ന് പറയുന്ന മെട്രിക്സിനെ നിങ്ങൾ കൺസ്ട്രക്ട് ചെയ്യണം. ദെൻ യു ഹാവ് ടു എക്സ്പ്രസ് എ ആസ് ദി സം ഓഫ് എ സിമെട്രിക് ആൻഡ് എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. അപ്പോൾ ഇറ്റ് ഈസ് ക്ലിയർ. സോ ഗൈസ്, മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ്. അടുത്തയിലേക്ക് നമ്മൾ കിടക്കാൻ പോകട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ആക്ച്വലി ഇപ്പോൾ നമ്മളിപ്പോൾ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ്, ഇൻവേഴ്സ് ട്രിഗണോമെട്രി, മെട്രിക്സ് 3 ചാപ്റ്റർ ബേസ് ചെയ്തുള്ള ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ബ്രീഫായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതേപോലെ ഈ ചാപ്റ്ററിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാവുന്ന കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് നമ്മൾ നാളെ മോർണിംഗിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ നിർബന്ധമായിട്ട് നിങ്ങൾ അവിടെ ഉണ്ടാവണം കേട്ടോ. റെഡി? സോ ഗൈസ്, അടുത്ത ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ ഒരു മെട്രിക്സ്, ഒരു ഡിറ്റർമിനന്റ് എന്ന്, ഈ ഡിറ്റർമിനന്റിന്റെ വാല്യൂ 5 ആണെങ്കിൽ എക്സ് എന്താണ് ക്വസ്റ്റ്യൻ. സോ ഡിറ്റർമിനന്റിന്റെ വാല്യൂ കാണുക x into 2 എന്ന് പറഞ്ഞാൽ 2x, then 1 into 1 എന്ന് പറഞ്ഞാൽ 1, അപ്പോൾ 2x minus 1. ഇയാളുടെ വാല്യൂ ആണ് 5 എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ 2x minus 1 5 ആണെങ്കിൽ 2xന്റെ വാല്യൂ എന്താ, 5 plus 1 അതായത് 6 ആണ്. 2xന്റെ വാല്യൂ 6 ആണെങ്കിൽ എക്സിന്റെ വാല്യൂ എത്ര, 3 അല്ലേ? സോ ഭയങ്കര സിമ്പിൾ, എക്സിന്റെ വാല്യൂ 3. സോ ഈ ഡിറ്റർമിനന്റ് സോൾവ് ആക്കാൻ അറിയണം, അത്ര മാത്രം. ഒരു കുഴപ്പമില്ലല്ലോ, സെറ്റ് ആണല്ലോ. സോ ഇനി അടുത്തതാണ് ഒരു മെട്രിക്സ് എന്നിട്ട് ഇങ്ങോട്ട് പറയും എ ഇൻറ്റു അഡ്ജയെ കാണാൻ. സോ അഡ്ജോയിന്റ് എന്ന് പറയുന്ന മെട്രിക്സ് ഇവിടെ കണ്ടുപിടിച്ചിട്ട് പിന്നെ നിങ്ങൾ എ എന്ന് പറയുന്ന മെട്രിക്സ്, ഇപ്പോൾ ഓൾറെഡി എ ഇവിടെ ഉണ്ട് 3 5 1 2, ഇയാളുടെ അഡ്ജോയിന്റ് മെട്രിക്സ് നമ്മൾ കണ്ടുപിടിച്ച് ഇത് രണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അങ്ങനെ ഒന്നും ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. യു ഹാവ് ടു ജസ്റ്റ് റിമെമ്പർ എ റിസൾട്ട് എ ഇൻറ്റു അഡ്ജ് എ ഇസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് എ ടൈംസ് ഐ. റിസൾട്ട് എന്താ, എ ഇൻറ്റു അഡ്ജ് എ എന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് എ ഇൻറ്റു ഐക്ക് ഈക്വലാ. അപ്പോൾ ഇത് കാണാൻ പറഞ്ഞാൽ നിങ്ങൾ ആകെ ഡിറ്റർമിനന്റ് കണ്ടാൽ മതി. ഇത് ആക്ച്വലി 2/2 ആയതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടാവില്ല. 2/2 പകരം 3/3 ആണെങ്കിൽ അഡ്ജോയിന്റ് കാണില്ല, ഭയങ്കര ടൈം കൺസ്യൂമിങ് ആ. പിന്നെ നിങ്ങൾ ഇതിനെ ഈ രണ്ട് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്ത് ഒരുപാട് ടൈം അവിടെ വേസ്റ്റ് ആവും. സോ എ ഇൻറ്റു അഡ്ജോയിന്റ് എ എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനന്റ് എ ഇൻറ്റു ഐ ആണ്. സോ ഇവിടുത്തെ കേസിൽ ഡിറ്റർമിനന്റ് എ കണ്ടുപിടിക്കാം. അതായത് ഇയാളുടെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുമ്പോൾ 3 into 2 6 minus 5 അതായത് 1 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? 3 into 2 അതായത് 6 minus 1 into 5 5 6 minus 5 1. സോ എ ഇൻറ്റു അഡ്ജന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനന്റ് എ എത്രയാണോ അത്രയും ഐ എന്ന അർത്ഥം. സോ ഇവിടെ ഡിറ്റർമിനന്റ് എന്റെ വാല്യൂ 1 ആണ്. സോ 1 into ഐ എന്ന് വരും. ദാറ്റ് ഈസ് ഐ ആരാ, 1 into ഐ. ഐ എന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. അതായത് 1 0 0 1. ഇയാളെ 1 കൊണ്ട് മൾട്ടിപ്ലൈ എന്താ കിട്ടുക, 1 0 0 1. നിങ്ങൾ എന്ത് ചെയ്യണ്ട, അഡ്ജോയിന്റ് കാണണ്ട, അതേപോലെ മൾട്ടിപ്ലൈ ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട, ഡയറക്റ്റ് ഡിറ്റർമിനന്റ് മാത്രം കണ്ടാൽ മതി. സോ യു ഹാവ് ടു ജസ്റ്റ് റിമെമ്പർ ദിസ് ഇക്വേഷൻ എ ഇൻറ്റു അഡ്ജ് എ ഇസ് ഈക്വൽ ടു എന്താണ്, ഡിറ്റർമിനന്റ് എ ടൈംസ് ഐ. ഡിറ്റർമിനന്റ് എ കാണാൻ അത്രയും ഐ. ഡിറ്റർമിനന്റ് എ 5 ആണെങ്കിൽ 5 ഐ എന്ന് വരും. അതായത് 5 0 0 5. അത്രേ ഉള്ളൂ. ക്ലിയർ അല്ലേ? സോ ഗൈസ്, മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ്. അധികം എക്സാമിന് ഡിറ്റർമിനന്റിൽ ചോദിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് ഏരിയ ഓഫ് ട്രയാങ്കിൾ കാണാൻ. സോ ഏരിയ കാണാൻ വേണ്ടി നിങ്ങൾക്ക് അറിയേണ്ട ഒരു ഇക്വേഷൻ ആണ് ഹാഫ് ഓഫ് ഡിറ്റർമിനന്റ് ഓഫ് x1 y1 1 x2 y2 1 x3 y3 1. x1 y1 x2 y2 x3 y3 പറഞ്ഞാൽ നമ്മളുടെ എന്താണ്, നമ്മളുടെ ട്രയാങ്കിളിലെ വേർട്ടീസസ് ആണ്. അത് ഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ തരും. ക്ലിയർ അല്ലേ? സോ ഈ x1 y1 -2 -3 ഇവിടെ എന്ത് ചെയ്യുക, നിങ്ങൾ ഇവിടെ കൊടുക്കുക, -2 -3 ഇവിടെ കൊടുക്കുക. ഓക്കെ, ദെൻ 3 2 കൊടുക്കുക, -1 -8 അത് കൊടുക്കുക. ഇനി ഡിറ്റർമിനന്റ് സോൾവ് ചെയ്യുക, പുറത്തൊരു ഹാഫ് ഉണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി ഡിറ്റർമിനന്റ് സോൾവ് ചെയ്യുന്നൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ട് ഞാൻ എന്തെങ്കിലും ഒരുപാട് ടൈം അങ്ങനെ വേസ്റ്റ് ആക്കുന്നില്ല, ഡയറക്റ്റ് വാല്യൂസ് കൊടുക്കാൻ പോവാം. സോ -2 into 2 1 -8 1 അങ്ങനെ ഓരോന്നും വരും. ദെൻ -3 ഇവിടെ സൈൻ കൺവെൻഷൻ പ്ലസ് ആവില്ല, മൈനസ് കൊടുക്കുമ്പോൾ ഈ മൈനസ് പ്ലസ് 3 ആവും. സോ 3 into 3 1 -1 1 ദെൻ 1 into 3 2 -1 -8 അങ്ങനെ ഓരോരുത്തരും വരും. ഇത് നമ്മൾ സോൾവ് ചെയ്ത് അവസാനം നമുക്ക് എന്ത് കിട്ടും, അവസാനം നമുക്ക് ഹാഫ് ഓഫ് -30 കിട്ടും. -30ന്റെ ഹാഫ് എത്ര, -15 ആണ്. ബട്ട് ഏരിയ ആണ് നമ്മളോട് കാണാൻ പറഞ്ഞത്. അടാ ഞാനിപ്പോൾ നിങ്ങളോട് വയസ്സ് ചോദിക്കുമ്പോൾ ആരെങ്കിലും ഏജ് നെഗറ്റീവായിട്ട് പറയാം, -18 വയസ്സായി സാറേ എനിക്ക്, അങ്ങനെ പറയും. ഇത് ഒരിക്കലും പറയില്ല. ഇല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ നിങ്ങൾ ഹൈറ്റ് എത്ര, ഒരു -100 സെൻറ്റിമീറ്റർ അങ്ങനെ പറയും.
അപ്പം ഹൈറ്റ് ആവട്ടെ, ഏജ് ആവട്ടെ, അല്ലെങ്കിൽ ഇതുപോലുള്ള മെഷർ ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും നമ്മൾ നെഗറ്റീവിൽ പറയില്ല. ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ട്രയാങ്കിളിലെ ഉള്ളിലുള്ള മെഷറാണ്. അപ്പോൾ റൂമിന്റെ ഏരിയ അതൊരിക്കലും നെഗറ്റീവ് ആവില്ല. അപ്പൊ നിങ്ങൾക്ക് കിട്ടിയ ആൻസർ നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ പോസിറ്റീവ് ആയിട്ട് മാത്രമേ പറയാൻ പാടുള്ളൂ. സോ ദിസ് ഈക്വൽ ടു ഇംപ്ലൈസ് ഏരിയ ഇസ് ഈക്വൽ ടു 50 എന്ന് പറയാം. ഇനി ഏരിയ ആയതുകൊണ്ട് തന്നെ യൂണിറ്റ് പറയുമ്പോൾ സ്ക്വയർ യൂണിറ്റ്, SQ യൂണിറ്റ്സ് മീൻസ് സ്ക്വയർ യൂണിറ്റ്സ്. സോ നമ്മളുടെ ട്രയാങ്കിൾ ഏരിയ എന്ന് പറഞ്ഞാൽ 15 സ്ക്വയർ യൂണിറ്റ്. സോ ഇത് ബേസ് ചെയ്തിട്ടുണ്ട് വേറെ കൺസെപ്റ്റ് ഉണ്ട്. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ നിങ്ങളോട് പറയും ഒരു ട്രയാങ്കിൾ ഏരിയ 4 ആണ്. സോ 4 എന്ന് പറഞ്ഞാൽ അത് സോൾവ് ചെയ്ത് കിട്ടുന്ന വാല്യൂ ഒന്നെങ്കിൽ 4 തന്നെയായിരിക്കും. ഇനി -4 കിട്ടിയാൽ നമ്മൾ 4 എന്ന് തന്നെ പറയാം. ക്ലിയർ അല്ലേ? സോ അതൊക്കെ ശ്രദ്ധിക്കണ്ടോ. സോ ഇവിടെ ഏരിയ 15 എന്ന് പറഞ്ഞിട്ട് -15 കിട്ടി, നമ്മൾ എന്താക്കി എടുത്ത് 15 ആക്കി എടുത്ത്. ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ, കാര്യങ്ങളൊക്കെ ക്ലിയർ ആണല്ലോ. സോ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ്. അടുത്തത് എന്താ? അപ്പം നമ്മൾ ഓൾമോസ്റ്റ് ഡിറ്റർമിനന്റിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. ഇനി ഡിറ്റർമിനന്റിൽ ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഇൻവേഴ്സ് കാണുന്ന ക്വസ്റ്റ്യൻ ഉണ്ടല്ലേ, അത് നമ്മൾ എന്ത് ചെയ്യും, നാളത്തെ മോർണിംഗ് സെഷനിൽ ഡിസ്കസ് ചെയ്യും. റെഡി? സോ ഗൈസ്, അടുത്താണ് ഡെറിവേറ്റീവ് കാണാം. 2 ചാപ്റ്റർ മിക്സ്ഡ് ആയിട്ട് ഈ ക്വസ്റ്റ്യൻ കേട്ടോ. ഡെറിവേറ്റീവ് കാണാം. y എന്ന് പറയുന്ന ആൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എടാ y എന്ന് പറഞ്ഞ ആളാ സൈൻ ഇൻവേഴ്സ് 2x റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ആണ്. എക്സിന്റെ വാല്യൂ ഇവിടെ ആയിരിക്കണം എന്നാ പറഞ്ഞത്. ജസ്റ്റ് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ നിങ്ങൾ എന്താ സബ്സ്റ്റിറ്റ്യൂഷൻ? ഈ എക്സ് കാണുന്ന സെല്ലിലിടാ, 2 സ്ഥലത്ത് നിങ്ങൾക്ക് ഇവിടെ എക്സ് കാണാം. ആ എക്സ് നിങ്ങൾ സൈൻ തീറ്റ എന്ന് കൊടുത്താൽ മതി. അതെങ്ങനെ സാറിന് മനസ്സിലായി സൈൻ തീറ്റ എന്ന്? അതിനെ കുറച്ച് ലോജിക് ഉണ്ട്, അതിനെ കുറച്ച് കൺസെപ്റ്റ് ഉണ്ട്. റൂട്ടിന്റെ ഉള്ളിൽ 1 മൈനസ് എക്സ് സ്ക്വയർ എന്ന് കണ്ടു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നിങ്ങൾ സൈൻ തീറ്റ എന്നാ കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ കോസ് തീറ്റ എന്നാ കൊടുക്കേണ്ടത്. സോ ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ അല്ലേ? സോ ഇനി ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഈ റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ നിങ്ങൾക്ക് സൈൻ തീറ്റ എന്നോ കോസ് തീറ്റ എന്നോ കൊടുക്കുക. ഞാൻ ഇവിടെ സൈൻ തീറ്റ എന്ന് കൊടുത്ത്. ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ ഉടനെ അയാൾ നിങ്ങൾ ഇൻവേഴ്സ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യണം. ഇപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു സൈൻ തീറ്റ എന്ന് ഞാൻ ഇവിടെ എഴുതിയില്ലേ, ആണെങ്കിൽ തീറ്റ എന്തായിരിക്കും? ഈ സൈനിനെ അപ്പുറത്തേക്ക് തട്ടണം. അപ്പൊ എന്താവും? സൈൻ ഇൻവേഴ്സ് ആയിട്ടാ പറയാ. സോ തീറ്റ ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ്. മറക്കരുത് കേട്ടോ, മറക്കരുത്, സൈൻ ഇൻവേഴ്സ് എക്സ്. സോ നമ്മളെ ക്വസ്റ്റ്യനിൽ എക്സ് കാണുന്ന 2 സ്ഥലത്ത് സൈൻ തീറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത്. ഇനി 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ ഈ റിസൾട്ട് അറിയുന്ന ആൾക്ക്, ഇതറിയാത്ത ആരും ഉണ്ടാവില്ല. +1 ട്രിഗണോമെട്രിയിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ് ഇത്. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1 എന്നുള്ളത്. സോ ഇവിടെ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞത് ആരാ? കോസ് സ്ക്വയർ തീറ്റ. സോ നമുക്ക് എന്ത് ചെയ്താം? സൈൻ ഇൻവേഴ്സ് ഇവിടെ പുറത്തുണ്ട്, 2 സൈൻ തീറ്റ എന്ന് പറയുന്ന ആൾ ഓൾറെഡി ഇവിടെ പുറത്ത് വീണ്ടും നിൽക്കുന്നുണ്ട്. ഈ ആള് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ആണ് കോസ് സ്ക്വയർ തീറ്റ. ഈ കോസ് സ്ക്വയർ തീറ്റക്ക് റൂട്ട് വരുമ്പോൾ എന്താവും? അത് കോസ് തീറ്റ ആയിട്ട് മാറും. സോ 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്നായി മാറി. 2 സൈൻ തീറ്റ കോസ് തീറ്റ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവേണ്ടതാണ്. ഇനി ഇല്ലാത്തൊരു ശ്രദ്ധിക്കുക, 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറഞ്ഞത് ആളാരാ? നത്തിങ് ബട്ട് സൈൻ 2 തീറ്റ ആണ്. അപ്പൊ ക്വസ്റ്റ്യൻ എന്തായി മാറി? സൈൻ ഇൻവേഴ്സ് സൈൻ 2 തീറ്റ എന്നായി മാറി. ഈ ഇൻവേഴ്സും സൈനും നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. അപ്പൊ നമുക്ക് അവസാനം 2 തീറ്റ എന്ന് കിട്ടും. ഒരു കാര്യം നല്ലോണം ശ്രദ്ധിച്ചു നോക്കണേ, തീറ്റ എന്ന് പറഞ്ഞ സാധനം ഈ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. നമ്മളാണ് ഇവിടെ തീറ്റ എന്ന് പറയുന്ന ആളെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതുകൊണ്ടാണ് ഉടനെ ഞാൻ എന്ത് ചെയ്ത് തീറ്റ ഇസ് ഈക്വൽ ടു എന്ത് എന്നുള്ള നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഞാൻ എഴുതിയിരുന്നു. ശ്രദ്ധിച്ചിരുന്നോ? സോ തീറ്റ ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ്. ദെർഫോർ നമുക്ക് പറയാം y ഇസ് ഈക്വൽ ടു 2 തീറ്റ എന്ന് പറയുന്ന ആള് y ഇസ് ഈക്വൽ ടു 2 സൈൻ ഇൻവേഴ്സ് എക്സ് ആയിട്ട് മാറി. സോ ആക്ച്വലി ഇത്രയും ചെയ്യുന്നത് ഇൻവേഴ്സ് ട്രിഗണോമെട്രിന്റെ കൺസെപ്റ്റാണ്. ബട്ട് ദി ക്വസ്റ്റ്യൻ ഈസ് ടു ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് ദിസ്. അപ്പോൾ ഇയാളുടെ ഡെറിവേറ്റീവ് കാണണം, dy/dx ഓഫ് y കാണണം എന്ന് പറഞ്ഞാൽ വൈയുടെ വാല്യൂ നമ്മുടെ കൊടുത്ത്. ഇനി ഇയാൾക്ക് ഇക്വലന്റ് ആയിട്ടുള്ള ആളാണ് ആര്? 2 സൈൻ ഇൻവേഴ്സ് എക്സ്. ഈ y അല്ലേ നമ്മൾ സോൾവ് ചെയ്ത് നമുക്ക് അവസാനം 2 സൈൻ ഇൻവേഴ്സ് എക്സ് കിട്ടിയേ. സോ ദിസ് ഈക്വൽ ടു 2 സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്ന ആൾ ഇവിടെ ബ്രാക്കറ്റിലേക്ക് വരും. സോ ഇനി ഒരു കാര്യം ശ്രദ്ധിക്കാം, 2 എന്ന് പറയുന്ന കോൺസ്റ്റന്റ് നമുക്ക് എന്ത് ചെയ്യാം? പുറത്തേക്ക് എടുക്കാം. സോ 2 പുറത്തേക്ക് വന്ന്, സോ ഈക്വൽ ടു 2 എന്ന് പറയുന്ന ആൾ പുറത്തേക്ക് വന്ന്. ഇനി സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് ആണ് നമ്മൾ ഇതിന്റെ. സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് സ്റ്റാൻഡേർഡ് റിസൾട്ടാ. എന്താ സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ്? 1/√1 മൈനസ് എക്സ് സ്ക്വയർ. അത് സ്റ്റാൻഡേർഡ് റിസൾട്ട് ആട്ടോ. സോ 2 ഇൻറ്റു 1/√1 മൈനസ് എക്സ് സ്ക്വയർ. സോ 2 ഇൻറ്റു 1 2 ആണ്, വേണമെങ്കിൽ അങ്ങനെ കൂടി എഴുതിയേക്കാം. 2 ഇൻറ്റു 1 2 ആണ്. സോ 2/√1 മൈനസ് എക്സ് സ്ക്വയർ ആൻഡ് ദാറ്റ്സ് ഓൾ. ക്ലിയർ അല്ലേ? സോ ഇങ്ങനെയാണ് നമ്മളെ ക്വസ്റ്റ്യൻസ് ചോദിക്കുക, 2 ചാപ്റ്റർ മിക്സ്ഡ് ആയിട്ട്. സോ ഗൈസ്, ഓൾമോസ്റ്റ് നമ്മൾ ഇന്നത്തെ സെഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ 1-2 ക്വസ്റ്റ്യനോട് കൂടി നമ്മുടെ സെഷൻ ഇവിടെ കംപ്ലീറ്റ് ആവും. നല്ലപോലെ ശ്രദ്ധിച്ചോളേ. സോ
ഇനി ഇല്ലടാ നിങ്ങൾക്ക് ഒരു ഫംഗ്ഷൻ തരും ഇതേപോലെ സ്പ്ലിറ്റ് ഫംഗ്ഷൻ ആയിട്ട് ഈ ആൾ കണ്ടിന്യൂസ് ആണെന്ന് പറയും, അങ്ങനെയാണെങ്കിൽ കെയുടെ വാല്യൂ കാണാൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ നേരത്തെ പറഞ്ഞതുപോലെ ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണിത്. അതായത് ഒരു അൺനോൺ വാല്യൂ ഉണ്ടോ, കെന്നോ എന്നോ ബിന്നോ, അയാളുടെ വാല്യൂ കാണാം. ബട്ട് ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറയും. കണ്ടിന്യൂസ് പറഞ്ഞാൽ എന്താ, ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഫംഗ്ഷന്റെ വാല്യൂ സെയിം ആവണം. സോ ലെഫ്റ്റും റൈറ്റും എന്തായാലും സെയിം ആവണം. സോ ഇവിടുത്തെ കേസിൽ ഇപ്പോൾ ഞാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്നല്ല പറയാ, ഞാൻ നമ്പറിലേയും വെച്ച് 5 മാർക്ക് ചെയ്ത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 അല്ലേ, അപ്പോൾ ഞാൻ ഇവിടെ വൈറ്റ് കളറിൽ മാർക്ക് ചെയ്ത റീജിയൻ ആർക്കെങ്കിലും സംശയം ഉണ്ടോ? 5 കുറവുള്ള ഏരിയയിലെ അപ്പോൾ ഇവിടെ മാർക്ക് ചെയ്ത വൈറ്റ് കളറിൽ യെല്ലോ കളറിൽ കാണുന്നതോ, ഈ യെല്ലോ കളറിൽ കാണുന്ന 5 കൂടുതൽ 6, 7 എല്ലാവരും 5 കൂടുതലല്ലേ. സോ 5 കുറവാണെങ്കിൽ kx+1 ആണ് ഫംഗ്ഷന്റെ വാല്യൂ. ഇത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. സോ kx+1 ആണ് 5 കുറവാകുമ്പോൾ. ഇനി 5 കൂടുതലാണെങ്കിൽ 3x - 5 ആണ് ആരുടെ വാല്യൂ. സോ 5 കൂടുതൽ ഇതാ റീജിയൻ, ഇവിടെ 3x - 5 ആണ്. സോ ഈ 5 ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമ്മൾ ഫംഗ്ഷനെ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ലിമിറ്റ് ആണ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്, റൈറ്റ് സൈഡിൽ നിന്ന് കൊടുക്കുന്നതാണ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ്. ഇത് രണ്ടും 5 എന്ന് പറയുന്ന പോയിന്റിൽ സെയിം ആയിരിക്കും, കാരണം ഇത് കണ്ടിന്യൂസ് ആണ്. സോ കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും എന്തായാലും സെയിം ആവണം. സോ ലെഫ്റ്റ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ലെഫ്റ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ 5 കുറവാന്ന് കാണിക്കുക, ഒരു 5 മൈനസ് എന്നൊക്കെ കൊടുക്കും. ഫംഗ്ഷന്റെ വാല്യൂ എന്താണെന്ന് വെച്ചാൽ ഇവിടെ കൊടുക്കുക. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ഡയറക്റ്റ് മെത്തേഡ്, ഡയറക്റ്റ് നിങ്ങൾ എക്സിന് വാല്യൂ കൊടുക്കുക. സോ എക്സ് കാണുന്ന എല്ലാ സ്ഥലങ്ങളിലും നിങ്ങൾ എന്ത് കൊടുക്കണം, 5 എന്ന് കൊടുക്കണം. -5 അല്ലേ, 5 കൊടുക്കണം. 5 പവറിൽ ഒരു മൈനസ് ഇട്ട് നെഗറ്റീവ് എന്ന് കാണിക്കാനല്ല, പകരം 5 കുറഞ്ഞ വാല്യൂ, അതായത് ലെഫ്റ്റ് ലിമിറ്റ് ആണ് കാണിക്കാൻ. സോ kx+1 എന്ന് പറയുന്ന ആള് k × 5 + 1 ദാറ്റ് ഈസ് 5k+1 എന്നായി മാറി. ഇനി റൈറ്റ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 3x - 5 ആണ്. സോ എക്സ് കാണുന്ന സ്ഥലത്തേക്ക് 5 വീണ്ടും കൊടുക്കണം. സോ 3 × 5 - 5 അതായത് 15 - 5 എന്ന് പറഞ്ഞാൽ 10. സോ ഗൈസ് ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും നമ്മൾ കണ്ടുപിടിച്ച് ഇനി നമുക്കിത് വേഗം സോൾവ് ചെയ്യാം. LHL = RHL ആണ് ഇവിടെ നമുക്ക് അറിയുന്ന കാര്യമാണ്. അതായത് 5k+1 എന്ന് പറയുന്ന ആളുടെ വാല്യൂ 10 ആണ്. അങ്ങനെയാണെങ്കിൽ 5kയുടെ വാല്യൂ 10 - 1 അല്ലേ വരാ. 5k = 10 - 1 അതായത് 9 ആണ്. 5kയുടെ വാല്യൂ 9 ആണെങ്കിൽ kയുടെ വാല്യൂ എന്താ, 9/5. സോ ഇങ്ങനെ k എന്ന് പറയുന്ന ആളുടെ വാല്യൂ കാണാൻ ഈ ടൈപ്പ് ക്വസ്റ്റ്യനും എക്സാമിന് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇമ്പോർട്ടൻ്റ് ആണ്. കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞാൽ ഉറപ്പിച്ചോ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും സെയിം ആണ്. സോ ഗൈസ് നമ്മൾ ഓൾമോസ്റ്റ് നമ്മളെ സെഷൻ ഇവിടെ കംപ്ലീറ്റ് ആകുമ്പോൾ 2 ക്വസ്റ്റ്യനോട് കൂടി നമ്മളെ സെഷൻ ഇവിടെ കംപ്ലീറ്റ് ആകും. സോ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞ ക്വിക്കായിട്ട് വളരെ കുറഞ്ഞ മാക്സിമം ഒരു 1 ഹവറിൽ നമ്മുടെ സെഷൻ ഇവിടെ കംപ്ലീറ്റ് ആകുമ്പോൾ. സോ ശ്രദ്ധിച്ചോളെ, dy/dx കാണണം. y എന്ന് പറയുന്ന ആൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. സോ ഓൾറെഡി ഒരു ഫംഗ്ഷന്റെ പവറിൽ വീണ്ടും ഒരു ഫംഗ്ഷൻ എക്സ്, അയാളുടെ പവറിൽ വീണ്ടും ഫംഗ്ഷൻ, ഇങ്ങനെ പവറിൽ ഒരാളെ വന്നാൽ നിർബന്ധമായിട്ട് നിങ്ങൾ ലോഗ് യൂസ് ചെയ്യണം കേട്ടോ. സോ ലോഗ് ഞാൻ ഇവിടെ കൊടുത്ത് 2 സ്ഥലത്ത് ലോഗ് എടുത്ത്. അപ്പോൾ ലോഗിന് ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ലോഗിന്റെ ഇൻപുട്ട് ഇപ്പോൾ ലോഗ് എ, അതിന്റെ പവറിൽ ഒരു ബി എന്ന് പറയുന്ന വാല്യൂ എന്നാൽ ആ ബി മെല്ലെ പുറത്തേക്ക് വന്ന് ലോഗ് എ മാത്രം അവിടെ ബാക്കിയാവും. അപ്പോൾ പവർ പുറത്തേക്ക് വന്ന് മൾട്ടിപ്ലൈഡ് ആവും. സോ ലോഗിന്റെ പവറിൽ ഇപ്പോൾ ഇവിടെ സൈൻ എക്സ് ഉണ്ട്. സോ ഇതെന്തായി മാറും, സൈൻ എക്സ് എന്ന് പറയുന്ന ആൾ പുറത്ത് വന്ന് ലോഗ് എക്സ് കൂടെ ഉണ്ട്. സോ ഇങ്ങനായി മാറി. ഇപ്പോൾ ലോഗ് y = ഇങ്ങനായി മാറി. ഇനി നേരെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. സോ ഡിഫറൻഷിയേറ്റിംഗ് ഓൺ ബോത്ത് സൈഡ്സ്, ഡിഫറൻഷിയേറ്റ് ബോത്ത് സൈഡ്സ്, ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് എക്സ്. എക്സിൽ 2 സൈഡും ഡിഫറൻഷിയേറ്റ് ചെയ്യാം. സോ ലോഗ് വൈൻ്റെ ഡിഫറൻഷിയേഷൻ എന്താ, d/dx. എക്സിലാ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത് പറയട്ടോ. d/dx ഓഫ് ലോഗ് എക്സ് ആണെങ്കിൽ 1/x, കാരണം എക്സിലാ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ബട്ട് ലോഗ് വൈ ചോദിച്ചാൽ നിങ്ങൾ 1/y എന്ന് എഴുതി അവിടെ നിർത്തരുത്, വീണ്ടും d/dx ഓഫ് y എന്ന് എഴുതണം. ഇതാണ് ചെയിൻ റൂൾ എന്ന് പറയുന്ന കൺസെപ്റ്റ്. അതായത് എന്താണോ റൂള്, എന്താണോ ഫംഗ്ഷൻ അയാൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ലോഗ് വൈ ആണെങ്കിൽ ലോഗ് വൈൻ്റെ ഡെറിവേറ്റീവ് 1/y നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ. ബട്ട് താഴെ y ആണെങ്കിൽ 1/y നിൽക്കുള്ളൂ. അല്ലെങ്കിൽ എന്താണോ താഴെ ഉള്ളത് അത് വെച്ചിട്ട് വീണ്ടും ഇയാളെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഇത് ചെയിൻ റൂൾ ആട്ടോ. സോ ഫോർ എക്സാമ്പിൾ d/dx ഓഫ് സൈൻ എക്സ്, അപ്പോൾ നമുക്ക് കോസ് എക്സ് എന്ന് പറയാം. ബട്ട് സൈൻ വൈ ആണെങ്കിൽ കോസ് y ഇൻറ്റു d/dx ഓഫ് y എന്ന് നമ്മൾ പറയേണ്ടി വരും. ക്ലിയർ അല്ലേ? സോ ഗൈസ്, അപ്പോൾ ഇനി ഇയാളെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഭയങ്കര സിമ്പിൾ ആണ്. ലോഗ് വൈൻ്റെ ഡെറിവേറ്റീവ് ഞാനിപ്പോൾ പറഞ്ഞ പ്രകാരം 1/y ഇൻറ്റു dy/dx വരും.
1/y into dy/dx. എടാ ഇവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? രണ്ടാൾക്കാർ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ? ചെയിൻ റൂൾ അല്ല, പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്യണം. പ്രോഡക്റ്റ് റൂൾ എന്താ? ഫസ്റ്റ് ഫംഗ്ഷൻ, ഞാൻ നേരെ പ്രോഡക്റ്റ് റൂൾ പോവാണ്. ഫസ്റ്റ് ഫംഗ്ഷൻ sin x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് log x ഡെറിവേറ്റീവ് എന്താ? 1/x ആണ്. സോ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് കൊടുക്കണം, പ്ലസ് ഇനി ഇതേപോലെ തിരിച്ച് ചെയ്യാം. സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. സെക്കൻഡ് ഫംഗ്ഷൻ ആരാ? log x ആണ്. log x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ cos x. സോ നമുക്ക് ആവശ്യമുള്ള ആള് dy/dx അല്ലേ? സോ dy/dxന്റെ ഇവിടെ ഒരു y ഉണ്ട്, അത് അങ്ങോട്ട് പോയാൽ ആൻസർ ആയി. സോ ഒരൊറ്റ ക്വസ്റ്റിനോട് കൂടി നമ്മളെ സെഷൻ ഇവിടെ കംപ്ലീറ്റ് ആകാൻ പോകാം കേട്ടോ. സോ ഗൈസ്, dy/dx ഇസ് ഈക്വൽ ടു ആ sin x ഇൻറ്റു, ഞാൻ ഇവിടെ ഒന്ന് ക്ലിയർ ആക്കാണ്, sin x ഇൻറ്റു 1/x എന്ന് പറഞ്ഞ ആൾ നമുക്ക് എന്താക്കാം? sin x/x ആയിട്ട് എഴുതാ. log x ഇൻറ്റു cos x നമുക്ക് എന്താക്കാം? log x cos x ആയിട്ട് എഴുതാ. ഇനിയാണ് ഇവിടെ ഒരു പുറത്തൊരു y ഇല്ലായിരുന്നോ? ഈ y അങ്ങോട്ട് പോയപ്പോൾ ഇൻറ്റു y ആയി, y ഇൻറ്റു ആയിട്ട് മാറി. ഇനി y ആയിട്ട് നിങ്ങൾക്ക് ഒന്നെങ്കിൽ y ആയിട്ട് കീപ്പ് ചെയ്യുക, അല്ലെങ്കിൽ y-യുടെ വാല്യൂ എന്താ? x sin x അല്ലേ? ഞാൻ ഇവിടെ y എന്ന് എഴുതിയിട്ടുണ്ട്. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നിങ്ങൾക്ക് എന്താക്കാം? ദിസ് ഈക്വൽ ടു ഇയാളുടെ വാല്യൂ ഡയറക്റ്റ് നിങ്ങൾക്ക് എന്താക്കാം? ആ y-യുടെ വാല്യൂ എന്താന്നുള്ളൊന്ന് തിരിച്ചു കൊടുക്കുക. y-യുടെ വാല്യൂ എന്താ? x sin x അല്ലേ? സോ x sin x ഇൻറ്റു എന്ന ഫോമിലേക്ക് മാറ്റാം. ക്ലിയർ അല്ലേ? സോ ഇങ്ങനെ ലോഗരിതമിക് ഡിഫറൻഷിയേഷൻ എക്സാമിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യുക. സോ ഗൈസ്, നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. സോ ഈ ക്വസ്റ്റ്യൻ ആക്ച്വലി ഡെറിവേറ്റീവ് കാണാനാണ്, ബട്ട് ഇത് പാരാമെട്രിക് ഫോമില. എക്സ് എന്ന് പറയുന്ന ആള് ടി, അതായത് ടൈം എന്ന് പറയുന്ന പാരാമീറ്ററിലുള്ളത്, വൈ എന്ന് പറയുന്ന ആള് അയാളും ടൈം എന്ന് പറയുന്ന പാരാമീറ്ററിലുള്ളത്. സോ എക്സും വൈയും രണ്ട് പാരാമീറ്ററിൽ തന്നാൽ dy/dx കാണാൻ പറയാം. നിങ്ങൾ യൂസ് ചെയ്യേണ്ട മെത്തേഡ് എന്താ? വൈനെ സെപ്പറേറ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യണം, എക്സിനെ സെപ്പറേറ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യണം, എന്നിട്ട് ഇത് രണ്ടും തമ്മിൽ ഡിവൈഡ് ചെയ്യാം. ഭയങ്കര സിമ്പിൾ ആണ്. സോ dy/dt കാണാം, അതായത് വൈയുടെ ഡെറിവേറ്റീവ് എന്നാണ് dy/dt അർത്ഥം. അതായത് വൈ ആരാ? cos t ആണ്. സോ d/dt ഓഫ് y എന്ന് പറഞ്ഞാൽ d/dt ഓഫ് ആരാണ്? cos t ആണ്. കോസിന്റെ ഡെറിവേറ്റീവ് എന്താടാ? കോസിന്റെ ഡെറിവേറ്റീവ് ആക്ച്വലി മൈനസ് sin t. സംശയമില്ലല്ലോ. ഇനി ഇതേപോലെ sin 2t, അതായത് നമുക്ക് dy/dt പോരാ, dx/dt കൂടി വേണം. സോ sin 2t എന്നാണ് dx/dt അർത്ഥം. സോ sin 2tന്റെ ഡെറിവേറ്റീവ് അല്ലേ? d/dt ഓഫ് x എന്ന് പറഞ്ഞാൽ d/dt ഓഫ് x എന്ന് പറയുന്ന ആളുടെ വാല്യൂ നമ്മുടെ കൊടുത്തത്രേ ഉള്ളൂ. sin 2tന്റെ ഡെറിവേറ്റീവ് എന്താ? ഞാൻ നേരത്തെ പറഞ്ഞ സൈൻ്റെ ഡെറിവേറ്റീവ് എന്താണോ അത് എഴുതി കൊടുക്കാം. ഇപ്പോൾ ഇതാണ് ചെയിൻ റൂൾ കേട്ടോ, ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. d/dx ഓഫ് സൈൻ y ചോദിച്ചാൽ ഇവിടെ y ആണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് കോസ് y എന്ന് പറയാം, ഇല്ല ഇവിടെ x ആണെങ്കിൽ ഡയറക്റ്റ് കോസ് x എന്ന് പറയാം. ബട്ട് മുകളിൽ y-യും താഴെ x-ഉം വന്ന് എന്താ ചെയ്യേണ്ടത്? എന്താണോ ഫംഗ്ഷൻ അത് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. സൈൻ്റെത് കോസ് ആണ്, അപ്പോൾ കോസ് y ചെയ്താ കഴിഞ്ഞിട്ടില്ല. ഇനി വീണ്ടും d/dx കൊടുത്തിട്ട് ആ y-നെ ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഇതാണ് ചെയിൻ റൂൾ. അപ്പോൾ sin 2tന്റെ ഡെറിവേറ്റീവ് എന്താ? cos 2t എന്ന് പറയാം, കഴിഞ്ഞിട്ടില്ല, ഇൻറ്റു d/dt ഓഫ് 2t എന്ന് വരും. എന്താ 2tന്റെ ഡെറിവേറ്റീവ്? അടാ d/dt ഓഫ് 2t എന്ന് പറഞ്ഞാൽ ഈ 2നെ പുറത്തേക്ക് എടുത്തിട്ട് d/dt ഓഫ് t ചെയ്യണം. ഇത് 1 അല്ലേ? സോ ഇൻറ്റു 2 എന്ന് വരും. സോ ന്യൂമറേറ്ററിൽ ആവശ്യമുള്ള ആളുടെ വാല്യൂ കിട്ടി, ഡിനോമിനേറ്ററിൽ ആവശ്യമുള്ള ആളുടെ വാല്യൂ കിട്ടി. സോ ഡയറക്റ്റ് നമുക്ക് ആൻസറിലേക്ക് വരാം, മൈനസ് sin t ഡിവൈഡഡ് ബൈ 2 cos 2t. ക്ലിയർ അല്ലേ? സോ dy/dxന്റെ വാല്യൂ കിട്ടിയോ? സോ ഓൾമോസ്റ്റ് 2 മാർക്കിനൊക്കെ നമ്മൾ ഇത് ആക്ച്വലി രണ്ട് A-B എന്ന രണ്ട് സബ് ക്വസ്റ്റ്യൻസ് ആയി അപ്പോൾ സോൾവ് ചെയ്തിട്ടോ. സോ ഇതേപോലെ എക്സാമിന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. സോ ഓൾമോസ്റ്റ് നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഇവിടെ കംപ്ലീറ്റ് ആവാണ്. സോ ഓൾ ദ ബെസ്റ്റ് ഡിയേഴ്സ്. സോ നാളെ മോർണിംഗ് കൃത്യം നമ്മൾ എന്ത് ചെയ്യും? ഈ സെയിം ചാപ്റ്റേഴ്സിൽ കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യും. കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം മറക്കരുത്, ഏതെങ്കിലും ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഡിഫിക്കൽട്ടി ആയിട്ടുള്ള കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബ് ലൈവ് സെഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററിൻ്റെയും സ്റ്റാർട്ടിങ് റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് 2 പാർട്ടായിട്ട് എടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം 1 ഷോട്ട് ആണ്, വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഇത്രയും ചാപ്റ്റേഴ്സ്, റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ്, ഇൻവേഴ്സ്, മെട്രിക്സ്, ഡിറ്റർമിനന്റ്, കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. സോ ഇതിൽ ഫസ്റ്റ് 4 ചാപ്റ്റർ 1 ഷോട്ട് സീരീസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ലൈവ് സെഷനിൽ ചെക്ക്ഔട്ട് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ ചാനലിലേക്ക് ഇൻവൈറ്റ് ചെയ്യുക. പിന്നെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാത്ത ആൾക്കാർ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. സോ ഗൈസ്, നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. നാളെ മോർണിംഗ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓൾ ദി ബെസ്റ്റ് ഡിയേഴ്സ്. ഗുഡ് നൈറ്റ്.